ബയോമോളിക്യൂൾസ്. അപ്പോൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ സിംപ്ലി എന്താണ് ബയോമോളിക്യൂൾസ് എന്ന് ആദ്യം അറിയുക. മോളിക്യൂൾസ് പ്രസന്റിംഗ് ലിവിംഗ് സിസ്റ്റം, ലിവിംഗ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന മോളിക്യൂൾസ്. അപ്പോൾ അത് ഏതൊക്കെയാവാം? അത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, ലിപ്പിഡ്സ്, വൈറ്റമിൻസ് എക്സെട്ര. ഇതെല്ലാം എന്താണ്? ലിവിംഗ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന മോളിക്യൂൾസ് ആണ് അല്ലെ? അപ്പോൾ ഇങ്ങനെയുള്ള മോളിക്യൂൾസിനെയാണ് നമ്മൾ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോമോളിക്യൂൾസ് എന്തിനൊക്കെ? വിച്ച് ആർ എസെൻഷ്യൽ ഫോർ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ് ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്കും മെയിൻ്റനൻസിനും എല്ലാം ഇത്തരത്തിലുള്ള ബയോമോളിക്യൂൾസ് ആവശ്യമാണ്. അതൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമുക്ക്. അപ്പോൾ പ്രധാനപ്പെട്ട ബയോമോളിക്യൂൾസ് ഏതൊക്കെയാണ്? നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സിലബസിലോട്ട് പോവാണ്, ഒരുപാട് കാര്യങ്ങൾ വലിച്ചു നീട്ടാതെ. ആദ്യം കാർബോഹൈഡ്രേറ്റ്സ് എന്താണെന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് അതിന്റെ പേരിൽ തന്നെ ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ്, ഹൈഡ്രേറ്റഡ് കാർബൺ. അതായത് കാർബണില് വാട്ടർ മോളിക്യൂൾ പറ്റിപ്പിടിച്ചിരിക്കുന്നു, അതിനെയാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം. These are hydrates of carbon and most of them have a general formula CxH2OY. ഓക്കെ, അപ്പോൾ CxH2OY, CX അതായത് ഇത്ര കാർബൺ, ഒരു സ്പെസിഫിക് നമ്പർ ഓഫ് കാർബൺ, അതിന്റെ കൂടെ കുറച്ച് മോളിക്യൂൾസ്, വാട്ടർ മോളിക്യൂൾസ് പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ എക്സും വൈയും വേരിയബിൾസ് ആണ്, ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആവാം. അപ്പൊ ഇതാണ് ഒരു കാർബോഹൈഡ്രേറ്റ്. ജനറലി കാർബോഹൈഡ്രേറ്റിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ദേ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. ഇമ്പോർട്ടന്റ് ആണ്, അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സോ കീറ്റോൺസോ ആവാം. അപ്പോൾ എന്താണ് ഈ ഒപ്റ്റിക്കലി ആക്റ്റീവ്? ഒപ്റ്റിക്കലി ആക്റ്റീവിനെ പറ്റിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ സിലബസിൽ ഒപ്റ്റിക്കൽ ഐസോമർസ് ഒന്നും പഠിക്കാനില്ലാത്തതുകൊണ്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റീസ് അധികം നമ്മൾ കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്തിട്ടില്ല. എന്നാലും നമ്മൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന് മുമ്പത്തെ മോഡ്യൂൾസിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആൻഡ് ലീവോ റൊട്ടേറ്ററി കോമ്പൗണ്ട്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി പറഞ്ഞതാണ്. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. അപ്പോൾ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയുടെ സംശയം തീരും. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ് കാർബോഹൈഡ്രേറ്റ്സ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് ആണ്. ആൽഡിഹൈഡ്സും അറിയാം, കീറ്റോൺസും അറിയാം. പോളിഹൈഡ്രോക്സി, പോളി മീൻസ് ഒരുപാടുള്ളത്, ഹൈഡ്രോക്സി മീൻസ് ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളത്, OH ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ ധാരാളം OH ഗ്രൂപ്പ് അടങ്ങിയിട്ടുള്ള ആൽഡിഹൈഡ്സോ കീറ്റോൺസോ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൽഡിഹൈഡ്സിനോ കീറ്റോൺസിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് പ്രൊഡ്യൂസ് സച്ച് ആസ് or the compounds which produce such units on hydrolysis. അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ, അതായത് വെള്ളം ഒഴിച്ച് വാട്ടറിന്റെ പ്രസൻസിൽ നമ്മൾ അതിനെ വിഘടിപ്പിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സോ കീറ്റോൺസോ ഫോം ചെയ്യുന്നതോ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. വിശദമായിട്ട് നമുക്ക് എക്സാമ്പിൾ ഉൾപ്പെടെ പഠിക്കാനുണ്ട്. സം ഓഫ് ദ കാർബോഹൈഡ്രേറ്റ്സ് ആർ ക്രിസ്റ്റലൈൻ, വാട്ടർ സോല്യൂബിൾ ആൻഡ് സ്വീറ്റ് ഇൻ ടേസ്റ്റ്. ഓക്കെ, ചിലതൊക്കെ ക്രിസ്റ്റലൈൻ ആണ്, വാട്ടർ സോല്യൂബിൾ ആണ്, അതുപോലെ സ്വീറ്റ് ആണ്. They are called sugars. അത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ഷുഗേഴ്സ് എന്ന് വിളിക്കുന്നു. സിമ്പിൾ പോയിന്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ആർ നോട്ട് ക്രിസ്റ്റലൈൻ, വാട്ടർ ഇൻസോല്യൂബിൾ ആൻഡ് നോ സ്വീറ്റ് ടേസ്റ്റ് ആർ കാൾഡ് നോൺ ഷുഗേഴ്സ്. അപ്പോൾ ഇവിടെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഒരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത്. കാർബോഹൈഡ്രേറ്റ്സ് can be classified into two based on their physical properties like taste, അതുപോലെ സോല്യൂബിലിറ്റി, അതുപോലെ അതിന്റെ സ്ട്രക്ചർ, ക്രിസ്റ്റലൈൻ ആണോ അല്ലെങ്കിൽ നോൺ ക്രിസ്റ്റലൈൻ ആണോ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ഇവിടെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഷുഗേഴ്സ് ആൻഡ് നോൺ ഷുഗേഴ്സ്. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയി. ഇനിയും ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അടുത്ത പോയിന്റ്, കാർബോഹൈഡ്രേറ്റ്സ് ആർ ആൾസോ നോൺ ആസ് സാക്കറൈഡ്സ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. കാർബോഹൈഡ്രേറ്റ്സിന്റെ മറ്റൊരു പേരാണ് സാക്കറൈഡ്സ്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കാർബോഹൈഡ്രേറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻസിനെ പറ്റിയാണ്. അപ്പോൾ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സിനെ നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ദെയർ ബിഹേവിയർ ഓൺ ഹൈഡ്രോളിസിസ്. അതിന്റെ ഹൈഡ്രോളിസിസിലുള്ള ബിഹേവിയർ. അപ്പോൾ എന്താണ് ഹൈഡ്രോളിസിസ്? അതിന്റെ അർത്ഥം അറിഞ്ഞിരിക്കണം. ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ വാട്ടർ ആഡ് ചെയ്യുന്നു, വാട്ടർ ആഡ് ചെയ്തിട്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, വെള്ളം ഒഴിച്ച് സ്പ്ലിറ്റ് ചെയ്യുക, അതിനെയാണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. അത്തരത്തിൽ സ്പ്ലിറ്റ് ആവുമ്പോൾ പല 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 വലിയ ലാർജ് മോളിക്യൂൾസ് ആണെങ്കിൽ അത് പല പല സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് മാറും. അത് നമുക്ക് അറിയാം, സ്വാഭാവികമായിട്ടും അങ്ങനെ മാറും. അങ്ങനെ സിംപ്ലർ മോളിക്യൂൾസ് ആയിട്ട് മാറുമ്പോൾ ആ സിംപ്ലർ മോളിക്യൂൾസിന്റെ പ്രത്യേകതകളെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് അതിനെ മോണോസാക്കറൈഡ്സ്, ഒളിഗോസാക്കറൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, ഷുഗേഴ്സ് ആൻഡ് നോൺ ഷുഗേഴ്സ്. അതത്ര എന്താ പറയാ ഇമ്പോർട്ടന്റ് അല്ല.
നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്ലാസിഫിക്കേഷൻ ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദ ബിഹേവിയർ ഓഫ് ഹൈഡ്രോളിസിസ്. സോ ബേസ്ഡ് ഓൺ ദ ബിഹേവിയർ ഓഫ് ഹൈഡ്രോളിസിസ് കാർബോഹൈഡ്രേറ്റ്സ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ. ഓക്കെ, ദ ഫസ്റ്റ് വൺ ഈസ് ദ മോണോസാക്കറൈഡ്സ്. ഞാൻ മോണോ എന്ന് എഴുതാം. സാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ്, നമുക്കറിയാം. സെക്കൻഡ് വൺ ഈസ് ഒളിഗോസാക്കറൈഡ്സ്. ഒളിഗോസാക്കറൈഡ്സ് അപ്പോൾ മോണോസാക്കറൈഡ്സ്, ഒളിഗോസാക്കറൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ്. അതിൽ മോണോസാക്കറൈഡ്സ് അപ്പോൾ തന്നെ അർത്ഥം മനസ്സിലായി കാണും. കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് കനോട്ട് ബി ഹൈഡ്രലൈസ്ഡ് ഇൻ ടു സിംപ്ലർ യൂണിറ്റ്സ് ഓർ പോളി ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ്. അപ്പോൾ ഇതിനെ മോണോസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനെ സിംപ്ലർ യൂണിറ്റ് ആക്കി മാറ്റാൻ പറ്റില്ല. കാരണം മോണോസാക്കറൈഡ് ഇസ് ദ മോസ്റ്റ് സിമ്പിൾ ഫോം. ഇതിനേക്കാളും ചെറിയൊരു ഫോം ആക്കുമ്പോഴത്തേക്ക് അത് ഷുഗേഴ്സ് അല്ലാതെ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അല്ലാതെ മാറിപ്പോവും. അതിനെയാണ് എന്തു പറയുന്നത്? മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ തിയറിയിലേക്ക് വരുമ്പോൾ എക്സാമ്പിൾസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇവിടെ ജസ്റ്റ് ആ ക്ലാസിഫിക്കേഷന്റെ മീനിങ് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ മോണോസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ ഇതിനെ ഫെർദർ ഹൈഡ്രോളിസ് ചെയ്യാൻ പറ്റില്ല, ചെറിയ യൂണിറ്റ്സ് ആക്കി മാറ്റാനായിട്ട് പറ്റില്ല. പക്ഷേ ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ, ഒളിഗോ നമ്മൾ അധികം കേട്ട് പരിചയമില്ലാത്ത വാക്കാണ്. സോ നമുക്ക് നോക്കാം. ദീസ് ആർ കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് ഗിവ് 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ്. ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഈ കാർബോഹൈഡ്രേറ്റ്സിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ, അതായത് ചെറുതാക്കുമ്പോൾ എന്ത് ചെയ്യും? അത് 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് തരും. 2 മോണോസാക്കറൈഡ് യൂണിറ്റ് തരും. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സിനെയാണ് നമ്മൾ ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒളിഗോസാക്കറൈഡ്സിനെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, ഈ ഒളിഗോസാക്കറൈഡ്സിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ 2 എന്ന് പറഞ്ഞ ഏറ്റവും മിനിമം ആണ്. 2 ഓർ മോർ നമുക്ക് തരാം. ഓക്കെ, അപ്പോൾ ഇതിനെ ഡൈസാക്കറൈഡ് എന്ന്, ട്രൈസാക്കറൈഡ്, അതുപോലെ ടെട്രാസാക്കറൈഡ്, ഇങ്ങനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ വാക്കിന്റെയും മീനിങ് ഇപ്പോൾ അറിയായിരിക്കും. ഡൈസാക്കറൈഡ് എന്താണ്? ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴത്തേക്ക് 2 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് തരും. ഓക്കെ, ഇനി ട്രൈസാക്കറൈഡ് എന്ന് പറയുമ്പോൾ 3 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് തരും. ടെട്രാസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ 4 മോണോസാക്കറൈഡ് യൂണിറ്റ്സ് തരും ഇത്തരത്തിൽ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ. ഓക്കെ, അതിനെല്ലാം ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയാം. ഇനി polysaccharides എന്ന് പറയുമ്പോൾ which is having a large number of monosaccharides, okay, which will give a large number of monosaccharides on hydrolysis. ഹൈഡ്രോളിസ് ചെയ്യുമ്പോൾ വളരെ കൂടുതൽ നമ്പർ ഓഫ് മോണോസാക്കറൈഡ്സ് നമുക്ക് തരും. ഓക്കെ, സ്റ്റാർച്ച് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ തിയറി നോക്കാം. ഇനി ഈ ഒരു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ബിഹേവിയർ ഓഫ് ഹൈഡ്രോളിസ് ആയിരുന്നു. മോണോസാക്കറൈഡ്സ്, ഒളിഗോസാക്കറൈഡ്സ് ആൻഡ് പോളിസാക്കറൈഡ്സ് ഇത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒളിഗോസാക്കറൈഡ്സ് മാത്രമേ ഒരു സംശയം വരാനായിട്ട് സാധ്യതയുള്ളൂ. 2 മുതൽ 10 വരെ മോണോസാക്കറൈഡ് യൂണിറ്റ് തരുമെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? ഒളിഗോസാക്കറൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, 2 to 10 മോണോസാക്കറൈഡ്സ് തരും. അതിനെ വീണ്ടും ഡൈ, ട്രൈ, ടെട്രാ, പെന്റ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇനി പോളിസാക്കറൈഡ്സ് എന്ന് പറയുമ്പോൾ മോർ ദാൻ 10, 10ൽ കൂടുതൽ മോണോസാക്കറൈഡ് യൂണിറ്റ്സ് തരുമെങ്കിൽ അതിനെ നമുക്ക് പോളിസാക്കറൈഡ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് ബേസ്ഡ് ഓൺ ഹൈഡ്രോളിസിസ്. ഇനി ബേസ്ഡ് ഓൺ ദ റെഡ്യൂസിങ് ക്യാരക്ടർ, നമുക്കറിയാം ഇത് പോളി ഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ആർ കീറ്റോൺസ് എന്നാണെന്ന് നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞതാ. ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും പ്രത്യേകതയാണ് റെഡ്യൂസിങ് ക്യാരക്ടർ, അല്ലേ? അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് റെഡ്യൂസിങ് ആണ്, എല്ലാമല്ല ചിലത് മാത്രം. ഓക്കെ, അപ്പം ബേസ്ഡ് ഓൺ ദ റെഡ്യൂസിങ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ്സിനെ 2 ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. സോ ഇത് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്, റെഡ്യൂസിങ് ഷുഗേഴ്സ് ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗേഴ്സ്. ഓക്കെ, അങ്ങനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ക്ലാസിഫിക്കേഷൻ പഠിച്ചു, ഹൈഡ്രോളിസിന്റെ ബേസിസിലും റെഡ്യൂസിങ് ക്യാരക്ടറിന്റെ ബേസിസിലും. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം. ഫങ്ഷണൽ ഗ്രൂപ്പിനെയും നമ്പർ ഓഫ് കാർബൺ ആറ്റത്തിനെയും ബേസ് ചെയ്തിട്ട് ഈ കാർബോഹൈഡ്രേറ്റ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഫങ്ഷണൽ ഗ്രൂപ്പ് FG എന്ന് എഴുതാം ആൻഡ് നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇതിനെ ബേസ് ചെയ്തിട്ട് ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മോണോസാക്കറൈഡ് കണ്ടെയ്നിങ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് ആൽഡോസ്. അപ്പൊ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് ആൽഡോസ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ അറിയാമല്ലോ, കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും? തീർച്ചയായിട്ടും അത് കീറ്റോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൽഡോസ് എന്നും കീറ്റോസ് എന്നും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി മോണോസാക്കറൈഡ്സ് കണ്ടെയ്നിങ് 3 കാർബൺ ആറ്റം. അപ്പൊ ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ട്. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് വെച്ചിട്ട് ആൽഡോസ്
അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളതിനെ നമ്മൾ ആൽഡോസ് എന്നും കീറ്റോണിക് ഗ്രൂപ്പ് ആണുള്ളതെങ്കിൽ അതിനെ കീറ്റോസ് എന്നും വിളിക്കാം. ഇനി നമ്പർ ഓഫ് കാർബൺ ആറ്റം വെച്ചിട്ട് 3 കാർബൺ ആറ്റമാണ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുക ട്രയോസ് എന്നാ. ഓക്കെ, അതൊന്നും ക്ലാസിഫിക്കേഷൻ ആയിട്ട് വരില്ല. ട്രയോസ് ഒക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ടേംസ് ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 കാർബൺ ആറ്റം ആണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ടെട്രോസ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ട്രയോസ്, ടെട്രോസ്. ഇനി 5 കാർബൺ ആറ്റം ആണെങ്കിലോ പെന്റോസ് ആയിരിക്കും. ഓക്കെ, 5 ആണെങ്കിൽ പെന്റോസ്. ഇങ്ങനെയും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ 4 ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ബേസ്ഡ് ഓൺ ദ ഹൈഡ്രോളിസിസ് നമ്മൾ കണ്ടു, ബേസ്ഡ് ഓൺ ദ റെഡ്യൂസിംഗ് ക്യാരക്ടർ അത് നമ്മൾ കണ്ടു, ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ കണ്ടു ആൽഡോസും കീറ്റോസും. ഇനി ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് കാർബൺ ആറ്റം, അത് എത്ര കാർബൺ ആറ്റം ഉണ്ടോ അതിനനുസരിച്ച് 3 ആണെങ്കിൽ ട്രയോസ്, 4 ടെട്രോസ്, 5 പെന്റോസ്, 6 ഹെക്സോസ്, അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ എക്സാമ്പിൾസും കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് പോവാം. സോ ക്ലാസിഫിക്കേഷൻ ഒന്നും കൂടെ പറയാണ്. Based on their hydrolysis, based on their behavior of hydrolysis, it is classified into monosaccharides, oligosaccharides and polysaccharides. Okay, so monosaccharides എന്ന് പറയുമ്പോൾ these are carbohydrates which cannot be hydrolyzed. നമ്മൾ പറഞ്ഞതാണ് into simpler units of polyhydroxy aldehydes or ketones. അതിന് എക്സാമ്പിൾ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്, ഗാലക്ടോസ്, ഇത്രയും എക്സാമ്പിൾ ആയിട്ട് പറയാം. എക്സാമ്പിൾസ് ആർ വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ തീർച്ചയായിട്ടും എക്സാമ്പിളിൽ നിന്ന് ഉണ്ടാവും. ഇനിയും നമ്മൾ എക്സാമ്പിൾ പഠിക്കും. ഓക്കെ, അപ്പോ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ്, ഗാലക്ടോസ് ഇത്രയുമാണ് മോണോസാക്രൈഡ്സിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇനി ഒളിഗോസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ നമ്പർ ആണ് ഇമ്പോർട്ടന്റ്. 2 to 10 മോണോസാക്രൈഡ്സ് യൂണിറ്റ് ഉണ്ടാവും. അതിനെ വീണ്ടും ഡൈസാക്രൈഡ്സ്, ട്രൈസാക്രൈഡ്സ് ആൻഡ് ടെട്രാസാക്രൈഡ്സ് അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം സൂക്രോസ്, മാൾട്ടോസ് ആൻഡ് ലാക്ടോസ്. 3 എക്സാമ്പിൾ ആണ് സൂക്രോസ്, മാൾട്ടോസ് ആൻഡ് ലാക്ടോസ്. അപ്പൊ ഈ സൂക്രോസ് ഹൈഡ്രോളൈസ് ചെയ്ത് എന്താ പറ്റുക? ഇത് നമ്മൾ ബയോളജിയിൽ ഡൈജഷനിലും പഠിക്കും. ഓക്കെ, സൂക്രോസിന് ഡൈജഷൻ നടത്തുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്ത് കിട്ടും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെയും പഠിക്കും. ഓക്കെ, സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്, ഓവർലാപ്പിംഗ് ആയിട്ട് വരികയാണ് കെമിസ്ട്രിയും ബയോളജിയും കൂടെ. അപ്പൊ അത് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഓക്കെ, മാത്രമല്ല ഈ ചാപ്റ്ററിന് 4 മാർക്കിന്റെ വെയിറ്റേജും ഉണ്ട്. അതുകൊണ്ട് എന്തായാലും ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സൂക്രോസ് ഓൺ ഹൈഡ്രോളിസിസ് ഗീവ് 1 മോളിക്യൂൾ ഓഫ് ഈച്ച് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അപ്പൊ സൂക്രോസിനെയാണ് നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യുന്നെങ്കിൽ ഓക്കെ, അതൊരു ഡൈസാക്രൈഡ് ആണ്. കാരണം അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മോളിക്യൂൾ ഗ്ലൂക്കോസും 1 മോളിക്യൂൾ ഫ്രക്ടോസും ആണ്. ഓക്കെ, 2 മോണോസാക്രൈഡ് കിട്ടിയില്ലേ? കാരണം ഗ്ലൂക്കോസും ഫ്രക്ടോസും മോണോസാക്രൈഡ്സ് ആണെന്ന് നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ. അപ്പോൾ 2 മോണോസാക്രൈഡ് യൂണിറ്റ് കിട്ടിയത് കൊണ്ട് അതിന് ഒരു ഡൈസാക്രൈഡ് എന്ന് പറയാം. മാൾട്ടോസ് ഗീവ്സ് 2 മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ്. മാൾട്ടോസിനെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ, ഹൈഡ്രോളൈസ് ചെയ്യുന്നതെങ്കിൽ മാൾട്ടോസ് നമുക്ക് തരുന്നത് 2 ഗ്ലൂക്കോസ് മോളിക്യൂൾ ആണ്. അപ്പൊ 2 മോണോസാക്രൈഡ്സ് കിട്ടി. ഇനി ലാക്ടോസ് ആണെങ്കിൽ എന്തൊക്കെ തരും? ഗ്ലൂക്കോസും തരും, ഗാലക്ടോസും തരും. ലാക്ടോസ് നമ്മുടെ മിൽക്കിലൊക്കെ കാണപ്പെടുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ആണ്. അത് നമുക്ക് തരുന്നത് ഗ്ലൂക്കോസും ലാക്ടോസും ആണ്. ഓക്കെ, ഇത്തരത്തിൽ കിട്ടാറുണ്ട്. അപ്പോൾ എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി പോളിസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് വിച്ച് ഗീവ് എ ലാർജ് നമ്പർ ഓഫ് മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഓൺ ഹൈഡ്രോളിസിസ്. അതായത് മോർ ദാൻ 10, 10ൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പോളിസാക്രൈഡ്സ് എന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ ഇതെല്ലാം പറയാം. സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ എക്സെട്ര. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് മോഡ് ഓഫ് ക്ലാസിഫിക്കേഷനിലോട്ട് പോവാം. ഹിയർ ദ ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ റെഡ്യൂസിംഗ് ക്യാരക്ടർ. റെഡ്യൂസിംഗ് ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. Okay, so carbohydrates which contain free aldehydic or ketonic group are called reducing sugars. Okay, അപ്പം aldehydic ഗ്രൂപ്പും ketonic ഗ്രൂപ്പും എല്ലാം ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ, ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് റെഡ്യൂസിങ് ഷുഗേഴ്സ് എന്ന് വിളിക്കാം. ഫ്രീ ആയിട്ടല്ല, ബോണ്ടഡ് ആണെങ്കിൽ ഒരിക്കലും അത് റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. ഓക്കെ, സോ അത് റെഡ്യൂസിങ് ആയിരിക്കത്തില്ല. While those which do not contain free aldehydic or ketonic group are called non-reducing sugars. Okay, all monosaccharides are reducing sugars. Disaccharides like maltose and lactose are reducing, while sucrose is non-reducing. അപ്പോൾ sucrose non-reducing ആണ്. sucrose എന്താണ്? non-reducing ആണ്. ബാക്കി എല്ലാ മോണോസാക്രൈഡ്സും റെഡ്യൂസിംഗ് ആണ്. ലാക്ടോസ്, മാൾട്ടോസ് അതുപോലുള്ള ഡൈസാക്രൈഡുകളും റെഡ്യൂസിംഗ് ആണ്. ഓക്കെ, അത് സിമ്പിൾ ആയിട്ട് എഴുതി പഠിക്കാവുന്നേ ഉള്ളൂ. മൂന്നാമത്തെ നമ്മൾ ആ ഫ്ലോ ചാർട്ടിൽ കണ്ടു. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വാസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം ആൻഡ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ആകെ 2 എണ്ണമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഒന്നെങ്കിൽ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്സ് ഓർ കീറ്റോൺസ് എന്നാ പറഞ്ഞത്. സോ ഇത് ഇറ്റ് ക്യാൻ ബി ആൻ ആൽഡിഹൈഡ് ഓർ ഇറ്റ് ക്യാൻ ബി എ കീറ്റോൺ. അപ്പൊ ആൽഡിഹൈഡ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കാം? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എൻ ആൽഡോസ്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ കീറ്റോണിക് ഗ്രൂപ്പ്
നമുക്ക് അതിനെ എന്ത് വിളിക്കാം? കീറ്റോസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമ്പർ ബേസ് ചെയ്തിട്ട് 3 കാർബൺ ആറ്റം ആണെങ്കിൽ നമുക്ക് അതിനെ ട്രയോസ് എന്നും, 4 കാർബൺ ആറ്റം ആണെങ്കിൽ ടെട്രോസ് എന്നും, 5 കാർബൺ ആണെങ്കിൽ പെന്റോസ് എന്നും ഒക്കെ വിളിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗത്തേക്ക് കടക്കാൻ പോവാണ്. ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോണോസാക്രൈഡ്സിനെ പറ്റി, അതിന്റെ കുറച്ച് എക്സാമ്പിളുകളെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ഗ്ലൂക്കോസ് എന്ന് പറയുമ്പോൾ ഇസ് ആൻ ആൽഡോ ഹെക്സോസ്. അതൊരു ആൽഡോ ഹെക്സോസ് ആണ്. ഓക്കെ, അപ്പൊ ആൽഡോ ഹെക്സോസ് എന്ന് പറയുമ്പോൾ അതിൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണുള്ളത്, കീറ്റോണിക് ഗ്രൂപ്പ് അല്ല. അതുപോലെ ഹെക്സോസ് എന്ന് പറയുമ്പോൾ എത്ര കാർബൺ ആറ്റം ഉണ്ടാവും? 6 കാർബൺ ആറ്റം ഉണ്ടാവും, അല്ലെ? അപ്പൊ ഓരോ വാക്കും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് നമുക്ക് ധാരാളം ക്ലൂസ് കിട്ടും. എത്ര കാർബൺ ആറ്റം ഉണ്ട്, ഏതാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്നൊക്കെ ഉള്ള ക്ലൂസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡെക്സ്ട്രോസ്. മറ്റൊരു പേരാണ് ഡെക്സ്ട്രോസ്. ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ മാറി ചോദിക്കാം. ഓക്കെ, ഗ്ലൂക്കോസിന് പകരം ഡെക്സ്ട്രോസ് എന്നായിരിക്കും. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കണം അത് ഗ്ലൂക്കോസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് എ മോണോമർ ഓഫ് സ്റ്റാർച്ച്, സെല്ലുലോസ്. ഓക്കെ, അത് സ്റ്റാർച്ച്, സെല്ലുലോസ് എല്ലാത്തിലും ഉള്ള മോണോമർ ആണ്. അപ്പൊ സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ നമ്മൾ എവിടെയാണ് പഠിച്ചത്? നമ്മൾ പോളിസാക്രൈഡ്സ് എല്ലാം പഠിച്ചത്. പോളി മീൻസ് അതിൽ ഒരുപാട് മോണോസാക്രൈഡ്സ് ഉണ്ട്, ഒരുപാട് മോണോസാക്രൈഡ് യൂണിറ്റുകൾ ചേർന്നാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഒരു മോണോസാക്രൈഡ് യൂണിറ്റ് ചേർന്നിട്ടുള്ള പോളിമർ ആണ് പോളിസാക്രൈഡ് എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആ മോണോമർ എന്ന വാക്ക് അവിടെ വന്നത്. ക്ലിയർ ആയല്ലോ? ഇനി ഇറ്റ് ഈസ് പ്രോബബ്ലി ദ മോസ്റ്റ് അബണ്ടന്റ് ഓർഗാനിക് കോമ്പൗണ്ട്. അത് ഒബ്വിയസ് ആയിട്ടുള്ളൂ, ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, അത് ഗ്ലൂക്കോസ് ആണ്. കാരണം എല്ലാ പ്ലാന്റ്സും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇനി മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, നമുക്ക് ഗ്ലൂക്കോസ് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അതിനു മുമ്പ് ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല പറഞ്ഞില്ല. ദ കെമിക്കൽ ഫോർമുല അത് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യും. എന്നാലും ദ കെമിക്കൽ ഫോർമുല ഈസ് C6H12O6. C6H12O6 ആണ് ഗ്ലൂക്കോസിന്റെ കെമിക്കൽ ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിലോട്ട് പോവാം. മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷനിൽ ഒന്നാമത് വരുന്നത് ഫ്രം സൂക്രോസ്. സൂക്രോസിൽ നിന്നുള്ള പ്രിപ്പറേഷൻ ആണ്. ഓക്കെ, സൂക്രോസ് എന്ന് പറയുമ്പോൾ കെയിൻ ഷുഗർ, നമ്മുടെ കരിമ്പിൽ നിന്ന് കിട്ടുന്ന ആ ജ്യൂസ് ഇല്ലേ, അതാണ്. സോ ഇഫ് സൂക്രോസ് ഈസ് ബോൾഡ് വിത്ത് ഡൈലൂട്ട് HCl or H2SO4 ഇൻ ആൽക്കഹോളിക് സൊല്യൂഷൻ. സൂക്രോസിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഡൈലൂട്ട് HCl, ഏതെങ്കിലും ഒരു ആസിഡിൽ. ഓക്കെ, ഏതെങ്കിലും ഒരു ആസിഡ് മതി. ഇതാ ഇവിടെ നമുക്ക് കാണാം H+ എന്നേ കൊടുത്തിട്ടുള്ളൂ. സോ അസിഡിക് കണ്ടീഷനിൽ നമ്മൾ ഒരു ആൽക്കഹോളിക് സൊല്യൂഷനിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ഈക്വൽ എമൗണ്ട് ഓഫ് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. സോ സൂക്രോസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇറ്റ് ഈസ് എ ഷുഗർ C12H22O11. നമ്മുടെ സാധാരണ പഞ്ചസാരയല്ലേ, അപ്പൊ അത് C12H22O11 ആണ്. അതിനെ നമ്മൾ ഹൈഡ്രോളൈസ് ചെയ്യാണ് ഇൻ ദ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് ആൻഡ് ആൽക്കഹോളിക് സൊല്യൂഷനിൽ തന്നെ അത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 മോണോസാക്രൈഡ്സ് ആണ് കിട്ടുന്നത്. അതിൽ ഒരെണ്ണം ഗ്ലൂക്കോസ് ആയിരിക്കും, ഒരെണ്ണം ഫ്രക്ടോസ് ആയിരിക്കും. രണ്ടിന്റെയും കെമിക്കൽ ഫോർമുല ഇവിടെ കാണുന്ന പോലെ സെയിം ആണ്. സ്ട്രക്ചറിൽ വേരിയേഷൻസ് ഉണ്ട്. ആ സ്ട്രക്ചറിലുള്ള വേരിയേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ കെയിൻ ഷുഗറിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്, സൂക്രോസിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകിൽ സൂക്രോസ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ കെയിൻ ഷുഗർ എന്ന് ചോദിക്കാം. അപ്പൊ ഇതെല്ലാം ഒന്നാണെന്ന് അറിഞ്ഞിരിക്കാം. അപ്പം ഇവിടെ ഗ്ലൂക്കോസ് മാത്രമല്ല കിട്ടുന്നത്, ഇക്വമോളാർ മിക്സ്ചേഴ്സ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ഈക്വൽ എമൗണ്ട്, അതായത് 1:1 റേഷ്യോയിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു റിയാക്ഷനിൽ. അതിന്റെ റിയാക്ഷൻ കണ്ടീഷൻ അസിഡിക് ആണ്, അതുപോലെ ആൽക്കഹോളിക് സൊല്യൂഷനിലാണ് അത് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത് ഫ്രം സ്റ്റാർച്ച് ആണ്. സ്റ്റാർച്ചിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? Commercially, glucose is obtained by hydrolysis of starch by boiling it with dilute acid H2SO4 at 393 Kelvin under pressure. അപ്പോൾ കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്. അസിഡിക് കണ്ടീഷൻ ആണ്, H2SO4 ആണ് യൂസ് ചെയ്യുന്നത് ഡൈലൂട്ടഡ് ആയിട്ട്. അതുപോലെ ടെമ്പറേച്ചർ തമ്മിലുണ്ട് 393 Kelvin ആൻഡ് അണ്ടർ പ്രഷറും നമ്മൾ അപ്ലൈ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ദാ സ്റ്റാർച്ച് ഓർ സെല്ലുലോസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദാ N എന്ന് പറയുന്ന നമ്പർ കാണാം, അതായത് C6H10O5. ഇതാണ് മോണോമർ. ഇതിന്റെ പോളിമർ ആണ് ഈ ഒരു സ്റ്റാർച്ച് അല്ലെങ്കിൽ സെല്ലുലോസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ NH2O, എത്ര ആണോ മോണോമർ ഉള്ളത് അത്രയും നമ്പർ ഓഫ് വാട്ടർ, അത്രയും നമ്പർ എണ്ണി എടുക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ വാട്ടർ എക്സസ് എടുത്താൽ മതി. ഓക്കെ, വെള്ളം വെറുതെ ഒഴിച്ചാൽ മതി, വാട്ടർ എക്സസ് എടുത്താൽ മതി. ഇൻ അസിഡിക് കണ്ടീഷൻ ഇൻ 393 Kelvin ആൻഡ് ഹൈ പ്രഷർ, അതായത് 2 to 3 atm പ്രഷർ, ഇത്രയും കൊടുക്കുമ്പോൾ നമുക്ക് N ഗ്ലൂക്കോസ് കിട്ടും. ആ ബോൺസ് എല്ലാം, പോളിമറിക് ബോൺസ് എല്ലാം പൊട്ടി അത്രയും നമ്പർ ഓഫ് ഗ്ലൂക്കോസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് കൊമേഴ്ഷ്യലി പ്രിപ്പയർ ചെയ്യുന്നത്.
അപ്പൊ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഗുണം, നമ്മൾ കെയിൻ ചോറിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസിന്റെയും ഫ്രക്ടോസിന്റെയും ഒരു മിക്സർ ആണ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് പ്യുവർ ഗ്ലൂക്കോസ് തന്നെ കിട്ടും. അതാണ് ഗുണം. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. നമ്മൾ ഈ സ്ട്രക്ചർ ഡയറക്റ്റ് ആയിട്ട് പറയല്ല, സ്ട്രക്ചറൽ എലൂസിഡേഷൻ തന്നെ നടത്താൻ പോവാണ്. ഗ്ലൂക്കോസിന്റെ മാത്രമേ സ്ട്രക്ചറൽ എലൂസിഡേഷൻ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ധാരാളം ചോദിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6 പോയിന്റേ ഉള്ളൂ. ഈ 6 പോയിന്റുകളിൽ നിന്നാണ് 6 അസംഷനിലേക്ക് എത്തിയതും അവിടെ നിന്ന് ഗ്ലൂക്കോസിന്റെ ഒരു ഏകദേശ സ്ട്രക്ചർ നമുക്ക് രൂപപ്പെടുത്താനായിട്ടുള്ളത്. ഓക്കെ, സോ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് നമുക്ക് നോക്കാം. സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസിൽ ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുല നമ്മൾ എക്സ്പെരിമെന്റിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അത് C6H12O6 ആണ് അതിന്റെ മോളിക്കുലാർ ഫോർമുല. ഓക്കെ, അപ്പൊ ഈ മോളിക്യൂൾസ്, കാർബൺ ആറ്റംസ്, അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതിന് വേണ്ടിയിട്ട് ചില ടെസ്റ്റുകൾ നടത്തി നോക്കി. അപ്പൊ 2 മുതൽ 6 വരെ നമ്മൾ ആ ടെസ്റ്റുകളെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓൺ കണ്ടിന്യൂസ് ഹീറ്റിംഗ് വിത്ത് HI, ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ഫോം N-ഹെക്സെയിൻ, ഗ്ലൂക്കോസ് N-ഹെക്സെയിൻ തരും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പൊ ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ആദ്യം ട്രീറ്റ് ചെയ്തപ്പോൾ ഗ്ലൂക്കോസ് N-ഹെക്സെയിൻ തരും. അതിൽ നിന്ന് മനസ്സിലായി, ഒരിക്കലും ഹൈഡ്രജൻ അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ N-ഹെക്സെയിൻ കിട്ടണമെങ്കിൽ അതൊരു സൈക്ലിക് കോമ്പൗണ്ട് ആയിരിക്കത്തില്ല. ഇറ്റ് ഷുഡ് ബി എ സ്ട്രേറ്റ് ചെയിൻ. അതൊരു സ്ട്രേറ്റ് ചെയിൻ ആയിരിക്കണം എന്ന് മനസ്സിലായി. അപ്പൊ അതിൽ നിന്നും ആദ്യത്തെ ക്ലൂ കിട്ടി, ഇതൊരു സ്ട്രേറ്റ് ചെയിൻ ആണ്. അതിൽ വ്യത്യാസങ്ങൾ വരും, അത് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യത്തെ ക്ലൂ കിട്ടി. 6 കാർബൺ ഉണ്ട്. ഈ 6 കാർബൺ സ്ട്രേറ്റ് ചെയിനിലാണ് ഉള്ളത്. അപ്പൊ അത് രണ്ടാമത്തെ എക്സ്പെരിമെന്റ് വഴി ആ ഒരു സംശയത്തിന് ഉത്തരമായി. സൈക്ലിക് ആണോ സ്ട്രേറ്റ് ആണോ എന്നുള്ളതിന് ഉത്തരമായി. 2, ഗ്ലൂക്കോസ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമൈൻ. അപ്പൊ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഹൈഡ്രോക്സിലമൈനുമായിട്ട് റിയാക്ട് ചെയ്യും ടു ഫോം ആൻ ഓക്സൈം. അപ്പൊ ഹൈഡ്രോക്സിലമൈൻ എന്താണ്, ഓക്സൈം എന്താണ്, ഇതെല്ലാം ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഹൈഡ്രോക്സിലമൈനുമായിട്ട് ഗ്ലൂക്കോസ് റിയാക്ട് ചെയ്തിട്ട് എന്ത് കിട്ടും? ഒരു ഓക്സൈം കിട്ടും. ആൻഡ് ആഡ്സ് എ മോളിക്യൂൾ ഓഫ് ഹൈഡ്രജൻ സയനൈഡ് ടു ഇറ്റ് ഗിവ്സ് സയനോഹൈഡ്രിൽ. അപ്പൊ ഇതിലേക്ക് ഹൈഡ്രജൻ സയനൈഡിന്റെ മോളിക്യൂൾ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സയനോഹൈഡ്രിൻ കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു റിയാക്ഷൻ നമ്മൾ നേരത്തെ കണ്ടത് ഓർക്കുന്നുണ്ടാവും. സയനോഹൈഡ്രിൻ കിട്ടും. ദിസ് റിയാക്ഷൻ കൺഫേംസ് ദ പ്രസൻസ് ഓഫ് കാർബണൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ കാർബണൈൽ ഗ്രൂപ്പ് അറിയാലോ, C+O ഗ്രൂപ്പ്. അപ്പൊ ഈ ഒരു കാർബണൈൽ ഗ്രൂപ്പിന്റെ പ്രസൻസ് കൺഫേം ചെയ്തു. എന്താണ്? ഹൈഡ്രോക്സിലമൈൻ വെച്ച് ട്രീറ്റ് ചെയ്തപ്പോൾ ഓക്സൈം കിട്ടി. അതിലേക്ക് ഹൈഡ്രജൻ സയനൈഡ് ആഡ് ചെയ്തപ്പോൾ മീൻസ് ഹൈഡ്രജൻ സയനൈഡ് മോളിക്യൂൾസ് ആഡ് ചെയ്തപ്പോൾ നമുക്ക് സയനോഹൈഡ്രിൻ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ നിന്നും കാർബണൈൽ കോമ്പൗണ്ട് അല്ലെങ്കിൽ കാർബണൈൽ ഗ്രൂപ്പ് അതിലുണ്ട്, അതൊരു കാർബണൈൽ കോമ്പൗണ്ട് ആണ് എന്ന അസംഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചു. നെക്സ്റ്റ്, ഓൺ ഓക്സിഡേഷൻ യൂസിങ് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ലൈക്ക് ബ്രോമിൻ വാട്ടർ പോലെ വളരെ മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഗ്ലൂക്കോസ് ഗീവ്സ് ഗ്ലൂക്കോണിക് ആസിഡ്. അപ്പൊ ഗ്ലൂക്കോസ് എന്ത് ചെയ്യും? ഗ്ലൂക്കോണിക് ആസിഡ് തരും. അപ്പൊ ഗ്ലൂക്കോണിക് ആസിഡ് എന്ന് പറയുമ്പോൾ ഒരു 6 കാർബൺ ഉള്ള കാർബോക്സിലിക് ആസിഡ് ആണ് ഗ്ലൂക്കോണിക് ആസിഡ് എന്ന് പറയുന്നത്. ദിസ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ കാർബണൈൽ ഗ്രൂപ്പ് പ്രസന്റ് ഇൻ ആൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിൽ നിന്നും എന്ത് വ്യക്തമായിട്ട് മനസ്സിലായി? ആ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പിൽ എന്തുണ്ട്? ഒരു കാർബണൈൽ ഗ്രൂപ്പ് പ്രസന്റ് ആണ് എന്നുള്ള കാര്യവും മനസ്സിലായി. കാരണം കാർബണൈൽ ഗ്രൂപ്പിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കാർബോക്സിലിക് ആസിഡ് കിട്ടുന്നത്. അപ്പോ ആ കാർബണൈൽ ഗ്രൂപ്പ് ആൽഡിഹൈഡും ആവാം കീറ്റോണും ആവാം അല്ലേ. പക്ഷെ കീറ്റോണിനെ ഓക്സിഡൈസ് ചെയ്താൽ ഒരിക്കലും നമുക്ക് കാർബോണിക് ആസിഡ് കിട്ടില്ല. കാർബോണിക് ആസിഡ് അതായത് മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഉപയോഗിച്ചതെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കുമ്പോൾ കാർബോണിക് ആസിഡ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതെന്തായിരിക്കണം? ആ ഒരു കീറ്റോണിക് ഗ്രൂപ്പ് ആ ഒരു കാർബണൈൽ ഗ്രൂപ്പ് തീർച്ചയായിട്ടും എന്തായിരിക്കണം? ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആയിരിക്കണം എന്ന് മനസ്സിലായി. അപ്പോൾ അത് ഗ്ലൂക്കോസിലുള്ളത് ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് ആൽഡോ ഹെക്സോസ് ആണെന്ന് മനസ്സിലായി. ഇതുവരെ ഹെക്സോസ് ആണെന്നേ അറിയാവുന്നുള്ളൂ, അതായത് 6 കാർബണേ ഉള്ളൂ. ഓക്കെ, ഇപ്പോഴാണ് ക്ലിയർ ആയത് ഇറ്റ്സ് ആൻ ആൽഡോ ഹെക്സോസ്. ഇനി acetylation of glucose with acetic anhydrate gives glucose pentacetate which confirms the presence of 5 OH groups. Okay, അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് അസറ്റൈലേഷൻ നടത്തി. ഓക്കെ, ആൽക്കലേഷനും അസറ്റൈലേഷനും നമ്മൾ പഠിച്ചിട്ടുള്ള റിയാക്ഷൻ ആണ്. അസറ്റൈലേഷൻ ഓഫ് ഗ്ലൂക്കോസ് വിത്ത് അസറ്റിക് അൻഹൈഡ്രേറ്റ് വെച്ച് അസറ്റൈലേഷൻ നടത്തിയപ്പോൾ
നമുക്ക് കിട്ടിയത് ഗ്ലൂക്കോസ് പെന്റാ അസറ്റേറ്റ് ആണ്. ഓക്കെ, ഗ്ലൂക്കോസ് പെന്റാ അസറ്റേറ്റ്. അപ്പൊ പെന്റാ അസറ്റേറ്റ് കിട്ടി. പെന്റാ മീൻസ് 5. ദാറ്റ് മീൻസ് 5 OH ഗ്രൂപ്പ് ഉണ്ട്. OH ഗ്രൂപ്പാണ് അസറ്റൈലേഷൻ ചെയ്യുമ്പോൾ OH ഗ്രൂപ്പാണ് അവിടെ റിയാക്ഷൻ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ പെന്റാ അസറ്റേറ്റ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അതിൽ 5 OH ഗ്രൂപ്പ് ഉണ്ടാവണം എന്നും മനസ്സിലായി. സിൻസ് ഇറ്റ്സ് എക്സിറ്റ് a stable compound, the 5 OH groups should be attached to different carbon atom. Okay, ഒരു കാര്യം കൂടെ മനസ്സിലായി. ഗ്ലൂക്കോസ് ഈസ് എ സ്റ്റേബിൾ കോമ്പൗണ്ട്. അതിൽ ആർക്കും സംശയമില്ല, ഗ്ലൂക്കോസ് ഒരു സ്റ്റേബിൾ കോമ്പൗണ്ട് തന്നെയാണ്. അപ്പോൾ ഇതൊരു സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിരിക്കണമെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പഠിച്ചപ്പോൾ ഒരിടത്തും കണ്ടിട്ടില്ല, ഒരു സ്റ്റേബിൾ കോമ്പൗണ്ടിൽ നമ്മൾ കണ്ടിട്ടില്ല 2 OH ഗ്രൂപ്പ് ഒരു കാർബൺ ആറ്റത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു ഗ്ലൂവും കൂടെ അതിൽ നിന്ന് കിട്ടി. എന്താണ്? ആ 5 OH ഗ്രൂപ്പും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് 5 വ്യത്യസ്തമായിട്ടുള്ള കാർബൺ ആറ്റത്തിലാണ് എന്നുള്ള കാര്യവും മനസ്സിലായി. ഇനി ആറാമത്തെ ടെസ്റ്റ് നോക്കാം. ഓൺ ഓക്സിഡേഷൻ വിത്ത് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡ് ഉപയോഗിച്ച്, നൈട്രിക് ആസിഡ് നമുക്കറിയാം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് നമ്മൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? Now nitric acid, glucose gives saccharic acid. Glucose എന്ത് ചെയ്യും? സാക്കറിക് ആസിഡ് തരും. സാക്കറിക് ആസിഡ് മീൻസ് എ ഡൈകാർബോക്സിലിക് ആസിഡ്. ഒരു ഡൈകാർബോക്സിലിക് ആസിഡ് ആണ്, അതായത് 2 COOH ഗ്രൂപ്പ് അല്ലെങ്കിൽ 2 കാർബോക്സിൽ ഗ്രൂപ്പ് ഉള്ള ഒരു ഡൈ കാർബോക്സിലിക് ആസിഡ് ആണ് എന്ത്? സക്കാരിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രിക് ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ അത് സെക്കാരിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഡൈ കാർബോക്സിലിക് ആസിഡ് തരും. ദിസ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് എ പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ഇൻ ഗ്ലൂക്കോസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ആ ഗ്ലൂക്കോസിൽ ഒരു പ്രൈമറി ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ട്. അതായത് പ്രൈമറി കാർബണിലും ഒരു OH ഗ്രൂപ്പ് ഉണ്ട്. സെക്കൻഡറി കാർബണിൽ എന്തായാലും OH ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 5 OH ഗ്രൂപ്പും 5 വ്യത്യസ്തമായിട്ടുള്ള കാർബണിലാണ്. അതിൽ ഒരെണ്ണം പ്രൈമറി കാർബൺ ആണല്ലോ. ആ പ്രൈമറി കാർബണിലും എന്തുണ്ട്? ഒരു OH ഗ്രൂപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഈ ഒരു നൈട്രിക് ആസിഡ് ഉപയോഗിച്ചുള്ള ഓക്സിഡേഷൻ ചെയ്തപ്പോൾ മനസ്സിലായി. അപ്പോൾ ഈ കിട്ടിയ ക്ലൂസിൽ നിന്നെല്ലാം നമ്മൾ ഒരു റഫ് ആയിട്ടുള്ള സ്ട്രക്ചർ, ഗ്ലൂക്കോസിന്റെ ഒരു ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ, അതായത് തുറന്ന ചെയിൻ സ്ട്രക്ചർ നമ്മൾ എല്യൂസിഡേറ്റ് ചെയ്തെടുത്തു. അതിനെ പറ്റിയാണ് ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. ബേസ്ഡ് ഓൺ ദ എബോ ഇൻഫർമേഷൻ, ഫിഷർ പ്രപ്പോസ്ഡ് ആൻ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഫോർ ഗ്ലൂക്കോസ് ആസ് ഫോളോസ്. ഓക്കെ, അപ്പൊ അത് പ്രപ്പോസ് ചെയ്ത ഫിഷർ ആണ്. ആ ഒരു സയന്റിസ്റ്റിന്റെ പേര് ഓർത്തു വെച്ചേക്കുക, ഇൻ കേസ് ചിലപ്പോൾ ചോദിച്ചാലോ. ഇനി നമുക്ക് ആ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ നോക്കാം. ദാ ഇവിടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 2 3 4 5 OH ഗ്രൂപ്പ് കാണാൻ പറ്റും പറഞ്ഞ പോലെ. ഇനി 6 കാർബൺ ഉണ്ട്. അതിൽ ഇതാ പ്രൈമറി കാർബണിലും ഒരു OH ഗ്രൂപ്പ് ഇരിക്കുന്നതായിട്ടും കാണാൻ പറ്റും. ഓപ്പൺ ചെയിൻ സ്ട്രക്ചറുമാണ്. അപ്പോൾ ഈ കിട്ടിയ ക്ലൂസിൽ നിന്നെല്ലാം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഗ്ലൂക്കോസിന്റെ ഈ ഒരു ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിന്റെ പേര് നോക്കൂ, ഡി ഗ്ലൂക്കോസ് എന്ന. ഡി ഗ്ലൂക്കോസ്. സോ വാട്ട് ഡസ് ദ ഡി മീൻസ്? ഈ ഡി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡി ഗ്ലൂക്കോസ്. ഓക്കെ, ഈ ഡി മീൻസ് ഡെക്സ്ട്രോ. ഡെക്സ്ട്രോ മീൻസ് അതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആണ്. ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഉണ്ട്, ലീവോ റൊട്ടേറ്ററി ഉണ്ട്. അപ്പൊ ഡെക്സ്ട്രോ റൊട്ടേറ്ററി നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. എന്താണ്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ വലത് ഭാഗത്തേക്ക് ചരിക്കുന്ന കോമ്പൗണ്ട്സും ഉണ്ട്, ഇടത് ഭാഗത്തേക്ക് ചരിക്കുന്ന കോമ്പൗണ്ട്സും ഉണ്ട്. അതിൽ വലത് ഭാഗത്തേക്ക് ചരിക്കുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി എന്നും ഇടത് ഭാഗത്തേക്ക് ചരിക്കുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ലീവോ റൊട്ടേറ്ററി എന്നും പഠിച്ചത്. ഓക്കെ, അപ്പോൾ അതിൽ ഡെക്സ്ട്രോ കോമ്പൗണ്ട് ആണ് ഇത്. അതായത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഇത് വലത്തേക്കൊന്ന് ചരിക്കും, അതിനെ വലത്തേക്കൊന്ന് ട്വിസ്റ്റ് ചെയ്യും. അത്രയേ ഉള്ളൂ. അതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി ആണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. ഇനി ബട്ട് ദിസ് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ കനോട്ട് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ഒബ്സർവേഷൻ. നമ്മൾ അറ്റോമിക് സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഇതേപോലെ ആണ് നമ്മൾ ചെയ്തത്. ആദ്യം ഒരു ഇത് പ്രപ്പോസ് ചെയ്യും, അതിൽ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ആ ലിമിറ്റേഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ചെയ്തു വെച്ചിരിക്കുന്ന അറ്റോമിക് സ്ട്രക്ചറിനെ തന്നെ ഫർദർ മോഡിഫൈ ചെയ്താണ് ഇപ്പോൾ കറന്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന അറ്റോമിക് സ്ട്രക്ചർ വരെ ക്വാണ്ടം മെക്കാനിക്സിലും കാര്യങ്ങളിലും ഒക്കെ എത്തി നിൽക്കുന്നത്. സിമിലർലി ഇവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് ഈ ഒരു ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഫിഷർ പ്രപ്പോസ് ചെയ്തത്. ഇനി അതിന്റെ ലിമിറ്റേഷൻസ് നോക്കിയിട്ട് ആ ലിമിറ്റേഷൻസിനെ ബേസ് ചെയ്ത് നമ്മൾ അതിനെ കൂടുതൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിനെ. അതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഗ്ലൂക്കോസ് ഡസ് നോട്ട് ഗിവ് 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രോസിൻ ടെസ്റ്റ്. ഒരിക്കലും ഗ്ലൂക്കോസ് 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രോസിൻ ടെസ്റ്റ് തരില്ല. ഓക്കെ, 2,4-DNP ടെസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഓർഗാനിക്കിൽ കണ്ടതാണ്. ഓക്കെ, ഓർ ബോർഷ്യസ് ടെസ്റ്റ്, ഇതിനെ ബോർഷ്യസ് ടെസ്റ്റ് എന്നും പറയും. അതുപോലെ ഷിഫ്റ്റ് ടെസ്റ്റും, ഷിഫ്റ്റ് റിയേജന്റ് വെച്ചിട്ടുള്ള ഷിഫ്റ്റ് ടെസ്റ്റും നമുക്കിത് തരത്തില്ല. ആൻഡ് ഡസ് നോട്ട് ഗീവ് അഡീഷൻ പ്രൊഡക്റ്റ് വിത്ത് സോഡിയം ബൈസൾഫേറ്റ്. സോഡിയം ബൈസൾഫേറ്റ് NaHSO3 ആയിട്ട് അഡീഷൻ പ്രൊഡക്ട്സ് തരത്തില്ല. അപ്പോൾ ഈ 3 കാര്യങ്ങളും
നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ ഉണ്ടോ, ഈ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ നോക്കുമ്പോഴത്തേക്ക് ഇത് മൂന്നും അതിൽ പോസിബിൾ ആണ്. പ്രൈമറി ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്, പ്രൈമറി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള 2,4 ഡൈനൈട്രോ ഫിനൈൽഹൈഡ്രസിൻ ടെസ്റ്റ്, 2,4 DNP ടെസ്റ്റ്, അതേപോലെ ഷിഫ്റ്റ് ടെസ്റ്റ്, അതുപോലെ സോഡിയം ബൈസൾഫേറ്റിന്റെ അഡീഷൻ പ്രൊഡക്റ്റ്, ഇതെല്ലാം മുകളിലത്തെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിൽ പോസിബിൾ ആണ്. പക്ഷേ ഗ്ലൂക്കോസ് പോസിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലൂക്കോസ് അത് തരണ്ടേ, പക്ഷെ ഗ്ലൂക്കോസ് അങ്ങനെ തരുന്നില്ല. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ദ പെന്റാ അസറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമൈൻ. ഓക്കെ, not react with the hydroxylamine, indicating the absence of a free CHO group. ഇനി ഈ ഒരു പെന്റാ അസറ്റേറ്റ് ഫോം ചെയ്യുമല്ലോ, ദ പെന്റാ അസറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, അതൊരിക്കലും അപ്പോൾ അവിടെ നമ്മൾ പെന്റാ അസറ്റേറ്റ് ഫോം ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ്. പെന്റാ അസറ്റേറ്റ് ഫോം ചെയ്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് 5 OH ഗ്രൂപ്പ് ഉണ്ടെന്ന്. ഓക്കെ, അസറ്റൈലേഷൻ ചെയ്യുമ്പോൾ, അസറ്റൈലേഷൻ വിത്ത് അൺഹൈഡ്രസ് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് അൺഹൈഡ്രേറ്റ്, അത് വെച്ച് അസറ്റൈലേഷൻ നടത്തുമ്പോൾ നമുക്ക് പെന്റാ അസറ്റേറ്റ് കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഈ കിട്ടിയ പെന്റാ അസറ്റേറ്റ് എന്ത് ചെയ്യില്ല, പെന്റാ അസറ്റേറ്റ് ഓഫ് ഗ്ലൂക്കോസ് ഡസ് നോട്ട് റിയാക്ട് വിത്ത് ഹൈഡ്രോക്സിലമൈൻ. അപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാക്കാം, ആ ഒരു CHO ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഒരു ടെർമിനൽ CHO ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ ടെർമിനൽ ഗ്രൂപ്പ് ഫ്രീ അല്ല. ഓക്കെ, ആബ്സെൻസ് ഓഫ് CHO ഗ്രൂപ്പ്, ഫ്രീ CHO ഗ്രൂപ്പ്, അതാണ് ഇവിടെ കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിൽ, ഓപ്പൺ ചെയിൻ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും, അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള CHO ഗ്രൂപ്പ് അല്ല, അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട്. പക്ഷേ ആക്ച്വലി അത് ഫ്രീ അല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് മോഡിഫിക്കേഷൻ വരുത്തണമല്ലോ. നോക്കാം. മൂന്നാമത്തെ പോയിന്റ്, ദ എക്സിസ്റ്റൻസ് ഓഫ് 2 ഡിഫറെന്റ് ആനോമറിക് ഫോംസ് ഓഫ് ഗ്ലൂക്കോസ്, ആൽഫ ആൻഡ് ബീറ്റ ഫോം. ഈ ഗ്ലൂക്കോസിന് 2 ആനോമറിക് ഫോംസ് ഉണ്ട്. ആനോമറിക് ഫോംസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആൽഫ ഫോമും ഉണ്ട്, ബീറ്റ. അങ്ങനെ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞിട്ട് 2 ആനോമറിക് ഫോംസും ഉണ്ട്. അപ്പൊ ആനോമറിക് ഫോംസ് എന്ന് പറയുമ്പോൾ ആനോമറിക് കാർബണിൽ വരുന്ന അറേഞ്ച്മെന്റ്സിന്റെ ഡിഫറൻസ് കാരണം ഉണ്ടാവുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് ആനോമറിക് ഫോംസ് എന്ന് പറയുന്നത്. സോ ഇത്തരത്തിൽ 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള ആനോമറിക് ഫോംസ് ആര് കാണിക്കുമെന്നാ പറയുന്നത്, ഗ്ലൂക്കോസ് കാണിക്കുമെന്നാ പറയുന്നത്. പക്ഷേ നമ്മൾ അവിടെ ഡി ഗ്ലൂക്കോസ്, ഡെക്സ്ട്രോ ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സ്ട്രക്ചറെ ഓപ്പൺ ചെയ്യേണ്ടി കാണിച്ചിട്ടുള്ളൂ. അപ്പം അതും ഒരു പോരായ്മയാണ്. അപ്പൊ ഇതിനെയൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇറ്റ് വാസ് പ്രൊപ്പോസ് ദാറ്റ് one of the OH group may add to the CHO group and form a cyclic hemiacetal structure. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലായി, ഈ ഒരു ടെർമിനൽ CHO ഗ്രൂപ്പിനെ ഫ്രീ അല്ലാതാക്കണമെങ്കിൽ ഇവിടെ ഒന്ന്, ഇതൊരു കാർബൺ, 2 3 4 5 6 കാർബൺ. ഈ 6ാമത്തെ കാർബണിൽ ഒരു OH ഗ്രൂപ്പ്, ഒരു പ്രൈമറി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും ഈ ഒരു അസറ്റിക് ആൽഡിഹൈഡ് ഗ്രൂപ്പും തമ്മിൽ ഇത്തരത്തിൽ ഒരു സെമി സൈക്ലിക് കണക്ഷൻ ഉണ്ട്. ആ സെമി സൈക്ലിക് കണക്ഷൻ വരുമ്പോൾ 2 ഉണ്ട് ഗുണം. ഇവിടുത്തെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്താ, ഫ്രീ അല്ലാതാവും. ഓക്കെ, അതുപോലെ ഇവിടുത്തെ പ്രൈമറി ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനും ചില റെസ്ട്രിക്ഷൻസ് വരും. ഇതൊരു സൈക്ലിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആയിട്ടും കൂടെ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. added to CHO group and form a cyclic hemiacetal structure. Hemiacetal എന്ന് പറയുമ്പോൾ ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഇതില്ല. ഓക്കെ, ആൽഡിഹൈഡിക് അതില്ല, അതുകൊണ്ടാണ് hemiacetal structure എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ OH at C5 involved in ring formation. അപ്പോ ഇവിടെ ഈ ഒരു ടെർമിനൽ പ്രൈമറി അല്ല, ഇവിടെ C5ലുള്ള 5ാമത്തെ കാർബണിലുള്ള OH ആണ് ഇത്തരത്തിൽ റിംഗ് ഫോർമേഷൻ നടത്തുന്നത്. ആസ് യു ക്യാൻ സീ ഇൻ ദിസ് ഫിഗർ. യെസ്, അപ്പോൾ അങ്ങനെ റിംഗ് ഫോം ചെയ്തിട്ട് 1,5 ഓക്സൈഡ് റിംഗ് ഉണ്ടാവും. 1,5 ഓക്സൈഡ് റിംഗ്. ദാറ്റ് മീൻസ് ഓക്സിജൻ ഉപയോഗിച്ചാണ് അവിടെ ആ റിംഗ് ഫോം ചെയ്യുന്നത്. 1ാമത്തെ കാർബണും 5ാമത്തെ കാർബണും തമ്മിലാണ് ആ ഒരു ലിങ്ക് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 1ാമത്തെ കാർബണും 5ാമത്തെ കാർബണും തമ്മിൽ ഒരു ഓക്സൈഡ് ലിങ്ക് വരുന്നു. ഇവിടെയും അതുപോലെ 1ാമത്തെ കാർബണും 5ാമത്തെ കാർബണും തമ്മിൽ ഒരു ഓക്സൈഡ് ലിങ്ക് വരുന്നു. ഓക്കെ, സോ ഇത്തരത്തിൽ ഇത് ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്, ഇത് ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ്. അത്തരത്തിൽ 2 സ്ട്രക്ചേഴ്സ് വരുന്നു, 2 ആനോമറിക് ഫോംസ് വരുന്നു. അപ്പൊ എന്താണ് ഈ ആനോമറിക് ഫോം? അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ കാർബൺ കണ്ടോ? 1 സെക്കൻഡ്, ഞാൻ കാണിക്കാം. യെസ്, ഓക്കെ, ഈ കാർബണെയാണ് ആനോമറിക് കാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ആനോമറിക് കാർബണിൽ കണ്ടോ, ആൽഫ ഡി ഗ്ലൂക്കോസിൽ വലത് ഭാഗത്തിരിക്കുന്ന OH ബീറ്റ ഡി ഗ്ലൂക്കോസ് എത്തിയപ്പോൾ ഇടത് ഭാഗത്തെത്തി.
ഓക്കെ, അതായത് ആനോമറിക് ഫോംസിൽ ആനോമറിക് കാർബണിലെ ആ OH ഗ്രൂപ്പിന്റെ അറേഞ്ച്മെന്റിൽ വ്യത്യാസം സംഭവിച്ചു. ഒരാൾ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നു, ഒരാൾ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു. അത്തരത്തിലാണ് ഈ ആൽഫ ബീറ്റ എന്ന് പറഞ്ഞിട്ട് രണ്ട് ആനോമറിക് ഫോംസ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇപ്പൊ ആ കാര്യം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. Thus, the two cyclic form exist in equilibrium with open chain structure. അതുകൊണ്ട് ഈ രണ്ട് സൈക്ലിക് ഫോമും എന്ത് ചെയ്യും? ഈ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറുമായിട്ട് ഒരു ഇക്വിലിബ്രിയത്തിൽ അങ്ങ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അതായത് ഒരു അനലോഗസ് ടു എന്താ പറയാ റെസൊണൻസിന് അനലോഗസ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, എല്ലാ റെസൊണേറ്റിംഗ് സ്ട്രക്ചേഴ്സും എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഓപ്പൺ ചെയിൻ സ്ട്രക്ചറും എക്സിസ്റ്റ് ചെയ്യും. അപ്പൊ ഈ ഓപ്പൺ ചെയിൻ തരുന്ന പ്രോപ്പർട്ടീസ് എല്ലാം തരും. ഈ സൈക്ലിക് സ്ട്രക്ചർ ഓക്സൈഡ് ലിങ്കിങ് വഴി ഉണ്ടാവുന്ന ഈ സൈക്ലിക് സ്ട്രക്ചറും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ സൈക്ലിക് സ്ട്രക്ചർ തരുന്ന ആ 3 പ്രോപ്പർട്ടീസും കാണിക്കും. ഇത്തരത്തിൽ ഈ 5ഉം 3ഉം 8 പ്രോപ്പർട്ടീസും ഈ ഒരു ഹൈബ്രിഡ് സ്ട്രക്ചർ പറയുന്നത് വഴി ഗ്ലൂക്കോസ് തരും എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഒരു ചെയിൻ സ്ട്രക്ചറും സൈക്ലിക് സ്ട്രക്ചറും തമ്മിലുള്ള ഒരു ഇക്വിലിബ്രിയം നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. The two cyclic hemiacetal forms of glucose differ only in the configuration at first carbon. ആ ഫസ്റ്റ് കാർബണെയാണ് നമ്മൾ ആനോമറിക് കാർബൺ എന്ന് വിളിച്ചത്. ഓക്കെ, സോ ദേ ആർ കോൾഡ് ആനോമേഴ്സ്. അതുകൊണ്ട് ആൽഫ ബീറ്റ ഇത്തരത്തിലുള്ള രണ്ട് ഗ്ലൂക്കോസ് സ്ട്രക്ചറിനെയും നമ്മൾ ആനോമേഴ്സ് എന്നാണ് പറയുന്നത്. ദീസ് ആർ സ്റ്റീരിയോ ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഓൺലി ഇൻ ദ കോൺഫിഗറേഷൻ അറ്റ് ദ ഫസ്റ്റ് കാർബൺ. ഫസ്റ്റ് കാർബണിൽ മാത്രമേ അവിടെ കോൺഫിഗറേഷനിൽ എന്ത് കാണിക്കുള്ളൂ? വ്യത്യാസം കാണിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ആ ഒരു പോയിന്റ് സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്, അത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. കാരണം സ്റ്റീരിയോ ഐസോമേഴ്സും നമുക്ക് സിലബസിലുള്ള ഔട്ട് ഓഫ് സിലബസ് ആണ്. ഇനി ദ പൈറനോ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഓക്കെ, ഹാവോർത്ത് സ്ട്രക്ചർ എന്ന് പറയുന്ന പൈറിനോ സ്ട്രക്ചറും ഗ്ലൂക്കോസിന് ഇത്തരത്തിൽ ഒരു പൈറിനോ സ്ട്രക്ചറും ഉണ്ട്. നിങ്ങൾ ബയോളജിയിലെ DNA കാര്യമൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പൈറിനോ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു പൈറിനോ സ്ട്രക്ചർ, അതായത് സൈക്ലിക് സ്ട്രക്ചർ തന്നെയാണ്. ഓക്കെ, നേരെ നമ്മൾ ഇവിടെ എന്താണ് കണ്ടത്? ഇവിടെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ട് കൊടുത്തിട്ട് അവിടെ ഇത്തരത്തിലൊരു സൈക്ലിക് റിംഗ് ബോണ്ട് ഫോം ചെയ്യുന്നു, ഇത്തരത്തിലൊരു ഓക്സൈഡ് ലിങ്ക് ഫോം ചെയ്തിരിക്കുന്നു. അതിനെ ജസ്റ്റ് ഒന്ന് ഒടിച്ച് വളച്ചെടുത്തിരിക്കുന്നു ഇവിടെ. ഓക്കെ, അപ്പൊ ദാ ആ ഓക്സൈഡ് ലിങ്കേജ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. കണ്ടോ? ദാ ഇവിടെയും ഇവിടെ കാണാനായിട്ട് പറ്റും. ആൽഫയും ബീറ്റയും കാണാനായിട്ട് പറ്റും. ആൽഫ ബീറ്റ നമുക്ക് ആനോമറിക് കാർബണിൽ നോക്കാം. അപ്പോ ഇതാണ് ആനോമറിക് കാർബൺ. ഒന്നാമത്തെ കാർബൺ ആണ് ആനോമറിക് കാർബൺ. അവിടെ നോക്കൂ, ദാ ഇവിടെ ഹൈഡ്രജൻ മുകളിൽ, ഇവിടെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് മുകളിൽ. അപ്പൊ അവിടെ വരുന്ന വ്യത്യാസം കണ്ടല്ലോ, ആൽഫ ബീറ്റ. അപ്പോ പൈറിനോ സ്ട്രക്ചറിൽ മുകളിൽ ഹൈഡ്രജൻ വരുന്നത് ആൽഫ, താഴെ ഹൈഡ്രജൻ വരുന്നത് ബീറ്റ. അങ്ങനെ പഠിക്കാം. അപ്പൊ ഇത് ആൽഫ ഡി ഗ്ലൂക്കോ പൈറനോസും ഇത് ബീറ്റ ഡി ഗ്ലൂക്കോ പൈറനോസും ആണ്. ദ 6-membered cyclic structure of glucose is called pyreno structure. The anomeric forms of glucose can be represented as follows. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ആൽഫ ഡി ഗ്ലൂക്കോസ് ബീറ്റ ഡി ഗ്ലൂക്കോസ്, അതേ കാര്യം തന്നെയാണ്. അതിന്റെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കി എടുത്തിരിക്കുന്നു പൈറനോ സ്ട്രക്ചറിൽ. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പാടായിട്ടൊന്നുമില്ല, എല്ലാം സെയിം തന്നെയാണ്. ഇനി അപ്പൊ ഇതാണ് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പൊ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസിന്റെ സ്ട്രക്ചർ നോക്കാം. അപ്പൊ ഫ്രക്ടോസും സെയിം തന്നെയാണ്, C6H12O6. അത് തന്നെയാണ് ഗ്ലൂക്കോസിന്റെയും മോളിക്കുലാർ ഫോർമുല അല്ലേ? അപ്പൊ രണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, സെയിം മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷെ സ്ട്രക്ചർ ആണ് ഡിഫറെന്റ്. സോ ദീസ് ക്യാൻ ബി ടേംഡ് ആസ് ഐസോമേഴ്സ്. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ഫ്രക്ടോസ് ഈസ് എ കീറ്റോഹെക്സോസ്. അപ്പോ ഗ്ലൂക്കോസ് എന്തായിരുന്നു? ഗ്ലൂക്കോസ് വാസ് ആൻ ആൽഡോഹെക്സോസ്. അതായത് ടെർമിനൽ കാർബണിൽ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പാണ് വന്നത്. അറ്റ് ദ സെയിം ടൈം ഫ്രക്ടോസ്. അപ്പൊ അതേ ഉള്ളൂ വ്യത്യാസം, ബാക്കിയെല്ലാം സെയിം ആണ്. ഇവിടെ ടെർമിനൽ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇല്ല, പകരം അതിന്റെ തൊട്ട് താഴെ പ്രൈമറി കാർബണിന് തൊട്ട് താഴെയുള്ള കാർബണിലുള്ളത് ഒരു ഡബിൾ ബോണ്ട് ഓ ആണ്. ദാറ്റ് മീൻസ് കീറ്റോണിക് ഗ്രൂപ്പ് ആണുള്ളത്. ഓക്കെ, ഇറ്റ് ഹാസ് ആൾസോ ദ മോളിക്കുലാർ ഫോർമുല എല്ലാം സെയിം ആണ്. On the basis of the reaction, it was found to contain a ketonic group at second carbon and 6 carbon in straight chains. അപ്പോൾ എക്സ്പെരിമെന്റ്സ് ചെയ്ത് മനസ്സിലായി സെക്കൻഡ് കാർബണിലാണ് അതിന്റെ കീറ്റോണിക് ഗ്രൂപ്പ് ഉള്ളത്. അതുപോലെ അതൊരു 6 കാർബൺ ചെയിൻ ആണ്. ഇത്ര കാര്യങ്ങൾ മനസ്സിലായി. It is a levorotatory and can be written as D- glucose.
ഇറ്റ്സ് ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡി ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഡി പ്ലസ് ഗ്ലൂക്കോസ്, ലീവോ റൊട്ടേറ്ററി വന്നപ്പോഴത്തേക്ക് അവിടെ എന്തായി ഡി മൈനസ് ഗ്ലൂക്കോസ്. അപ്പം സോറി ഡി മൈനസ് ഫ്രക്ടോസ്. ഫ്രക്ടോസ് എന്താണ് ലീവോ റൊട്ടേറ്ററി ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. സൂക്രോസ് എന്തായിരുന്നു ഗ്ലൂക്കോസ് ഡെക്സ്ട്രോ ആയിരുന്നു, ഫ്രക്ടോസ് ലീവോ റൊട്ടേറ്ററി ആണ്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം. 6 കാർബൺ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്, 6 കാർബൺ ഉണ്ട്. അതിൽ രണ്ടാമത്തെ കാർബണിൽ ആസ് യു ക്യാൻ സി ഒരു കീറ്റോണിക് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ അതിന്റെ ചെയിൻ സ്ട്രക്ചറിനെ പറ്റി പഠിക്കാൻ. അപ്പൊ ഡി മൈനസ് ആണ്, ഡി മൈനസ് ആകുമ്പോഴത്തേക്ക് അപ്പോഴേ ലീവോ, അതായത് പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ ഇടത്തേക്ക്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല, എന്നാൽ ലീവോട് ജസ്റ്റ് അത് എന്താണ് അതിന്റെ മീനിങ് എന്ന് അറിഞ്ഞിരിക്കണല്ലോ, എന്തുകൊണ്ടാണ് അത്, എന്താണ് അതിന്റെ അർത്ഥമാക്കുന്നതെന്ന്. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, പ്ലെയിൻ പോളറൈസ് ലൈറ്റിനെ ജസ്റ്റ് ഒന്ന് ഇടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് ലീവോ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റിംഗ് സ്ട്രക്ചർ നോക്കാം. ഇതിന്റെ റിംഗ് സ്ട്രക്ചർ എങ്ങനെയാണ്? ഫ്രക്ടോസ് ഓൾസോ എക്സിസ്റ്റ് ഇൻ 2 cyclic forms. നേരത്തെ കണ്ട പോലെ 2 cyclic forms ഉണ്ട്, വിച്ച് ആർ ഒബ്റ്റൈൻഡ് ബൈ ദ അഡീഷൻ ഓഫ് OH അറ്റ് C5 ടു ദ കാർബണൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ ആ OH ഗ്രൂപ്പ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? C5 അഞ്ചാമത്തെ കാർബണും പിന്നെ രണ്ടാമത്തെ കാർബണൈൽ ഗ്രൂപ്പ് വരുന്ന ആ കാർബണും, അത് തമ്മിലാണ് ഒരു ഓക്സൈഡ് ലിങ്കിങ് ഉണ്ടാവുന്നത്. The ring thus formed is a 5-membered ring, 2,5 oxide ring structure. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്നത്, നേരത്തെ ഉണ്ടായത് 1,5 oxide ring structure ആയിരുന്നെങ്കിൽ ഇവിടെ അത്, കാരണം അത് ടെർമിനൽ ആൽഡിഹൈഡുമായിട്ടാണല്ലോ ഉണ്ടാവുന്നത്, ഇവിടെ ഉണ്ടാവുന്നത് എന്താണ് 2,5 oxide ring structure ആണ്. ഓക്കെ, അത് കീറ്റോണിക് ഗ്രൂപ്പുമായിട്ടാണ് ആ ഒരു ഓക്സൈഡ് ലിങ്കിങ് ഫോം ചെയ്യുന്നത് എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഇതാ ഇവിടെ സെക്കൻഡ് കാർബണിൽ ഫോം ചെയ്യുന്നത് കണ്ടോ, ഇവിടെ ഓക്സൈഡ്, അതുപോലെ ഇവിടെയും സെക്കൻഡ് കാർബണിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വ്യത്യാസം. ഇവിടെ CH2OH ഗ്രൂപ്പിന്റെയും OH ഗ്രൂപ്പിന്റെയും പൊസിഷൻസ് പരസ്പരം സ്വാപ്പ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതാണ് ഇതിനെ ആൽഫ ബീറ്റ തുടങ്ങി ആനോമറിക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറ്റുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെയും ആനോമറിക് സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണ്, ഒരു ആൽഫ സ്ട്രക്ചറും ഒരു ബീറ്റ സ്ട്രക്ചറും. ഇനി നമുക്ക് അതിന്റെ ഈ ഒരു സ്ട്രക്ചറും കൂടെ, ഈ ഒരു റെപ്രസെന്റേഷനും കൂടെ നമുക്ക് നോക്കാം. ഈ റെപ്രസെന്റേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാവോർ സ്ട്രക്ചർ. ഓക്കെ, അല്ലെങ്കിൽ ഫ്യൂറനോ സ്ട്രക്ചർ എന്ന് വിളിക്കാം. അപ്പോൾ ഹാവോർ സ്ട്രക്ചർ ഓർ ഫ്യൂറനോ സ്ട്രക്ചർ ഓഫ് ഫ്രക്ടോസ്. ഇവിടെ എന്താണ്? The cyclic structure of fructose is analogous to the heterocyclic compound furan and is called furano structure. നമുക്ക് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ആയിട്ടുള്ള ഫ്യൂറാൻ അറിയാമല്ലോ, ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ച ഫ്യൂറാൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിട്ട് ഇതിന്റെ സൈക്ലിക് സ്ട്രക്ചറിന് വളരെയധികം ഒരു സിമിലാരിറ്റി ഉണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാ ഇവിടെ രണ്ടാമത്തെ കാർബണും അഞ്ചാമത്തെ കാർബണും തമ്മിൽ ഒരു ഓക്സൈഡ് ലിങ്ക് ഫോം ചെയ്യുന്നതായിട്ട് കാണാം ഈ ഒരു രണ്ട് സ്ട്രക്ചറിലും. അതിൽ ആൽഫ സ്ട്രക്ചറിൽ നോക്കൂ, ആൽഫ സ്ട്രക്ചറിൽ ദാ ഇവിടെ CH2OH സെക്കൻഡ് കാർബണിൽ മുകളിലാണ്, പക്ഷേ ബീറ്റ സ്ട്രക്ചർ ആകുമ്പോൾ അതേ CH2OH എന്ന് പറയുന്ന ഗ്രൂപ്പ് താഴെ വരും. പഠിക്കാൻ പാടാണെങ്കിൽ CH2OH വെക്കാതെ OH ഗ്രൂപ്പ് വെച്ച് എടുക്കാം. OH താഴെ വരുന്നത് ആൽഫ, OH മുകളിൽ വരുന്നത് ബീറ്റ, അങ്ങനെ എടുക്കാം. അത്തരത്തിൽ രണ്ട് ആനോമറിക് സ്ട്രക്ചേഴ്സും കൂടെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു കാര്യം പറയാൻ പോവാണ്. അസൈനിങ് DL നൊട്ടേഷൻ, ഡെക്സ്ട്രോ ലീവോ നൊട്ടേഷൻസ് കൊടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ, അവിടെ ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കൈറാൽ കാർബൺ എന്താണ്, അല്ലെങ്കിൽ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള കാർബൺ എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെ പറ്റി ഒരു ടിപ്പും കൂടെ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. സോ നമുക്ക് നോക്കൂ. DL നൊട്ടേഷൻ ഈസ് അസൈൻഡ് ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ഗ്ലിസറാൾഡിഹൈഡ്. ഓക്കെ, അപ്പോൾ ഗ്ലിസറാൾഡിഹൈഡ് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, DL നൊട്ടേഷൻ നമ്മൾ കൊടുക്കുന്നത്. ഗ്ലിസറാൾഡിഹൈഡ് കണ്ടെയ്ൻസ് 1 asymmetric carbon atom and exists in 2 enantiomeric forms as shown below. ഈ ഒരു ഗ്ലിസറാൾഡിഹൈഡിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് ഗ്ലിസറാൾഡിഹൈഡിനെ അതിന്റെ DL നൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാരാമീറ്റർ ആയിട്ട് എടുക്കുന്നത്? അതിനൊരു കാരണമുണ്ട്. ഈ ഗ്ലിസറാൾഡിഹൈഡിൽ ഒരു അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കാണ് അസിമെട്രിക് കാർബൺ ആറ്റം. ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിലും ഈ ഒരു ഭാഗത്ത് DL നൊട്ടേഷൻസിനെ പറ്റി പറയുന്നുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നമ്മളത് പഠിക്കണം. അസിമെട്രിക് കാർബൺ എന്ന് പറഞ്ഞാൽ ഈ അസിമെട്രിക് കാർബണിന്റെ വേറൊരു വാക്കാണ്, ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ പഠിക്കുന്ന വാക്കാണ് കൈറാൽ. ഓക്കെ, കൈറാൽ കാർബൺ. അപ്പോൾ ഇവിടെ അസിമെട്രിക് ഓർ കൈറാൽ കാർബൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയല്ല, കൈറാൽ കാർബൺ ഉണ്ടാവും. കൈറാൽ കാർബൺ ഉണ്ടെങ്കിൽ മാത്രമേ അത് എന്തായിട്ട് മാറുള്ളൂ, അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറും, ഡെക്സ്ട്രോയോ ലീവോയോ ആയിട്ട് മാറുള്ളൂ. ഇനി എന്താണ് ഈ കൈറാൽ കാർബൺ എന്ന് നോക്കാം.
ദാ ഇവിടെ ഒരു പ്ലസ് സൈൻ കണ്ടോ? ഈ പ്ലസ് സൈൻ അതിന്റെ സെന്ററിൽ ഒരു കാർബൺ ആറ്റം ഉണ്ട്, അതവിടെ കാണിക്കാത്തതാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ദാ ഇവിടെ CHO, ഇവിടെ ഒരു കാർബൺ ആറ്റം, ഇവിടെ ഒരു OH, ഇവിടെ ഒരു H, ഇത് ഒരു CH2OH. ഇതിന് വിളിക്കുന്ന പേരാണ് പ്ലസ് ഗ്ലിസറാൾഡിഹൈഡ്. ഇനി ഞാൻ മൈനസ് ഗ്ലിസറാൾഡിഹൈഡും കൂടെ വരയ്ക്കാം. CHO, C, ഇവിടെ OH, ഇവിടെ H, ഇവിടെ താഴെ CH2OH. അതിൽ ചേഞ്ച് ഒന്നുമില്ല. ഇത് മൈനസ് ഗ്ലിസറാൾഡിഹൈഡ്, ഞാൻ G എന്ന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, സോ ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകത ദാ ഇവിടെ നിങ്ങൾക്ക് ഒരു രണ്ടിലും കാർബൺ ആറ്റംസ് കാണാനായിട്ട് സാധിക്കും. ഈ കാർബണിന് ഞാനൊരു സ്റ്റാർ നൊട്ടേഷൻ കൊടുക്കാം, ഈ കാർബണിനും സ്റ്റാർ നൊട്ടേഷൻ കൊടുക്കാം. കാരണം ഈ രണ്ട് കാർബണും പ്രത്യേകതകളുള്ള കാർബണാണ്. ഈ കാർബണിന്റെ 4 വാലൻസിയും 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ് ഓക്യുപ്പൈ ചെയ്തിട്ടുള്ളത്. ഒരിടത്ത് CHO ആണ്, ഒരിടത്ത് OH ആണ്, ഒരിടത്ത് ഹൈഡ്രജൻ ആണ്, ഒരിടത്ത് CH2OH ആണ്. സിമിലർലി ഇവിടെയും ഒരിടത്ത് CHO ആണ്, ഒരിടത്ത് H ആണ്, ഒരിടത്ത് OH ആണ്, ഒരിടത്ത് CH2OH ആണ്. ഇത്തരത്തിൽ 4 വ്യത്യസ്തങ്ങളായിട്ടുള്ള കാർബൺ ആറ്റമാണ് അതിന്റെ 4 വാലൻസിയും ഒക്യുപ്പൈ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ 4 അറ്റ്മോസ്ഫിയേഴ്സും ഡിഫറന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? കൈറാൽ കാർബൺ എന്നോ അസിമെട്രിക് കാർബൺ എന്നോ വിളിക്കാം. ഓക്കെ, സോ ഈ ഒരു കൈറാൽ കാർബൺ അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ വെച്ചിട്ട് ഇതിന്റെ 2 ഇനാൻഷ്യോമെറിക് ഫോംസ് ആണ് ഉള്ളത്. ഓക്കെ, 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനാൻഷ്യോമെറിക് ഫോംസ് ഉണ്ട്. നമുക്ക് ആ 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനാൻഷ്യോമെറിക് ഫോംസ് ആണ് ഇവിടെ വരച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പോ ഈ 2 ഇനാൻഷ്യോമെറിക് ഫോംസിലും വരുന്ന ഡിഫറൻസ് എന്താണ് നമുക്ക് നോക്കാം. ഒരിടത്ത് OH ഗ്രൂപ്പ് എവിടെയാണ്? വലതു ഭാഗത്താണുള്ളത്. അറ്റ് ദ സെയിം ടൈം ഇവിടെ അതേ OH ഗ്രൂപ്പ് ഇടതു ഭാഗത്താണുള്ളത്. കണ്ടല്ലോ? അപ്പൊ വലതു ഭാഗത്ത് OH ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ പ്ലസ് എന്ന സൈൻ കൊണ്ട് നൊട്ടേറ്റ് ചെയ്യുന്നു, അതായത് ഡെക്സ്ട്രോ. ആൻഡ് ഇടതു ഭാഗത്ത് OH ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് അതിനെ മൈനസ് സൈൻ കൊണ്ട് നൊട്ടേറ്റ് ചെയ്യുന്നു, അതായത് ലീവോ. ഓക്കെ, ഒന്ന് ഡെക്സ്ട്രോ ഒന്ന് ലീവോ. ഒപ്റ്റിക്കലി രണ്ടും വ്യത്യസ്തമാണ്. ഓക്കെ, മിറർ ചെയ്യാണ് ആക്ച്വലി. അതുകൊണ്ട് കാരണം ഈ ഒരു കോമ്പൗണ്ടിനെ കണ്ണാടി കാണിച്ചാൽ ഈ ഒരു കോമ്പൗണ്ട് കിട്ടും അല്ലെ? കണ്ണാടി മിററിംഗ് ഇമേജ് ആണല്ലോ. അപ്പൊ ഇത്തരത്തിൽ മിറർ ചെയ്യുന്നതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു 2 ഇനാൻഷ്യോമെറിക് ഫോംസ് വരുന്നത്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലായല്ലോ. ഇനാൻഷ്യോമെറിക് ഫോംസ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പേഷ്യൽ അറേഞ്ച്മെന്റ് വഴി വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒപ്റ്റിക്കൽ ആക്ടിവിറ്റീസ് കാണിക്കുന്ന കോമ്പൗണ്ട്സിനെയാണ് ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 2 ഇനാൻഷ്യോമെറിക് ഫോംസ് നമുക്ക് കാണാനായിട്ട് പറ്റും, അതാണ് ആ പോയിന്റ്. അപ്പൊ ഇവിടെ ഇതിൽ നിന്ന് അസിമെട്രിക് കാർബൺ ആറ്റം എന്താണെന്ന് മനസ്സിലായി, കൈറാലിറ്റി എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. Plus glyceraldehyde with OH group in the right side is assigned to be D-glyceraldehyde, and minus glyceraldehyde with the OH group in the left side is assigned to L-glyceraldehyde. പറഞ്ഞതാണ്. For assigning the configuration of monosaccharide, first write the compound in such a way that the most oxidizable carbon CHO group ടോപ്പിൽ വരണം. അപ്പൊ എങ്ങനെ നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം, നമുക്ക് ചോദിക്കത്തില്ല. എന്നാലും നമുക്ക് നോക്കാം, ചോദിച്ചാലോ. ഇവിടെ ബയോമോളിക്യൂൾസ് ഇങ്ങനെ പറയുന്നുള്ളതുകൊണ്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റീസ് ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ കൂടി നമുക്ക് ഒരുപക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഇങ്ങനെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഏറ്റവും ഓക്സിഡൈസബിൾ ആയിട്ടുള്ള കാർബൺ ആറ്റത്തെ, അതായത് തീർച്ചയായിട്ടും അത് ഏതായിരിക്കും? CHO ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ അതിന് ഏറ്റവും ടോപ്പിൽ കൊടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. Then compare the configuration of the lowest asymmetric carbon atom of the compound with glyceraldehyde. അങ്ങനെ ടോപ്പിൽ നമ്മൾ ഇതുവരെ കണ്ട എല്ലാ സ്ട്രക്ചേഴ്സിലും ഏറ്റവും ടോപ്പിൽ വന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലേ? അപ്പൊ അതുപോലെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് കൊടുക്കുക. ആൽഡിഹൈഡ് ഗ്രൂപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും OH എവിടെയാണ്, H എവിടെയാണെന്നുള്ള കാര്യം മനസ്സിലാവും. അതിനെ നമ്മൾ pH വാല്യൂ കളർ വെച്ച് ഇങ്ങനെ നോക്കാറില്ലേ? അതായത് ഈ കളർ ആണെങ്കിൽ ഇത്ര pH, ഈ കളർ ആണെങ്കിൽ ഇത്ര pH. സിമിലർലി ഈ ഒരു അങ്ങനെ കിട്ടിയ അറേഞ്ച്മെന്റിനെ ഈ സ്ട്രക്ചേഴ്സ്, അതായത് പ്ലസ് ആൻഡ് മൈനസ് D and L ഗ്ലിസറാൾഡിഹൈഡ്സിന്റെ സ്ട്രക്ചർ വെച്ച് ഒത്തു നോക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റീസ് മനസ്സിലാവും. ഓക്കെ, OH ഗ്രൂപ്പ് റൈറ്റ് സൈഡിലാണെങ്കിൽ അവിടെ നമുക്ക് പ്ലസ് ഇടാം, OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്യാപിറ്റൽ D കൊടുക്കാം, രണ്ടും സെയിം ആണ്. ഇനി OH ഗ്രൂപ്പ് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അവിടെ നമുക്ക് L ഇടാം അല്ലെങ്കിൽ മൈനസ് സിമ്പിൾ കൊടുക്കാം. ഓക്കെ, രണ്ടും
പോസിബിൾ ആണ്. ഇതാണ് ഡി ആൻഡ് എൽ നൊട്ടേഷൻ അസൈൻ ചെയ്യുന്നത് വഴി. അപ്പൊ ഇവിടെ അസിമെട്രിക് കാർബൺ, കൈറാൽ കാർബൺ അങ്ങനെയുള്ള എന്താണെന്ന് പറഞ്ഞു. ഗ്ലിസറാൾഡിഹൈഡിന്റെ സ്ട്രക്ചറും അതിന്റെ പ്രത്യേകതകളും എങ്ങനെയാണ് അത് പ്ലസ് ആൻഡ് മൈനസ് ആയിട്ട് രണ്ട് ഇനാൻഷോമറിക് ഫോംസ് വരുന്നത്. ഇനി സാധാരണ ഗ്ലൂക്കോസ് എല്ലാം നമുക്ക് എങ്ങനെ അങ്ങനെ ആക്കി എടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. അപ്പൊ സ്ട്രക്ചർ കൂടുതലായിട്ട് സ്ട്രക്ചർ ഒക്കെ പറയുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇനി സ്ട്രക്ചർ ഒന്നുമില്ല, ജസ്റ്റ് അതിന്റെ പ്രിപ്പറേഷൻ കാര്യങ്ങൾ പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ. സോ ഇനി തൊട്ട് അങ്ങോട്ട് കുറെ തിയററ്റിക്കൽ ആയിരിക്കും. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. ഡൈസാക്രൈഡ്സ് എന്താണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഡൈസാക്രൈഡ്സ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് വിത്ത് these are carbohydrates which on hydrolysis give two monosaccharide units. രണ്ട് monosaccharide unit തരും, നമ്മൾ പറഞ്ഞതാണ്. Important disaccharides are sucrose, maltose and lactose. Sucrose, maltose, lactose എന്നിവയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൈസാക്രൈഡ്സ്. അതിൽ സുക്രോസിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം. സുക്രോസ് തന്നിട്ടുണ്ട് C12H22O11 ആണ്. കെയിൻ ഷുഗർ ഓർ ഗ്രേപ്പ് ഷുഗർ എന്നൊക്കെ പറയും. കെയിൻ ഷുഗർ, കരിമ്പ് അല്ലെങ്കിൽ ഗ്രേപ്പ് ഷുഗർ, ഇതെല്ലാം ഇതേ സൂക്രോസ് ആണ്. ഈ സൂക്രോസ് നമ്മൾ എവിടെ കണ്ടു? സൂക്രോസിൽ നിന്ന് ഗ്ലൂക്കോസും ഫ്രക്ടോസും വേർതിരിച്ചെടുത്തിട്ട് ഗ്ലൂക്കോസിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞപ്പോൾ അവർ റിയാക്ഷൻ കണ്ടതല്ലേ? സെയിം റിയാക്ഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സൂക്രോസിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ കിട്ടും? ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ നേരത്തെ വെച്ചിട്ട്. അവിടെ ഡി സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഡി പ്ലസ് മൈനസ് സിമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ +52.5 ഡിഗ്രി എന്നും ഇവിടെ -92.4 ഡിഗ്രി എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഈ +52.5 ബ്രാക്കറ്റിൽ കൊടുക്കുന്ന എന്തിനാ? അങ്ങനെ ഒരു ആംഗിൾ ബ്രാക്കറ്റിൽ കൊടുക്കുന്ന എന്തിനാ? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ സുക്രോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് two monosaccharides alpha D glucose and beta D glucose. alpha D glucose, beta D glucose, ഇത്തരത്തിൽ രണ്ട് മോണോസാക്രൈഡ്സ് ചേർന്നിട്ടാണ് ആരുണ്ടാവുന്നത്? സൂക്രോസ് ഉണ്ടാവുന്നത്. സോ സൂക്രോസ് അഥവാ കെയിൻ ഷുഗർ ഓൺ ഹൈഡ്രോളിസിസ് ഗീവ്സ് ഇക്വിമോളാർ മിക്സ്ചേഴ്സ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്. ഇക്വിമോളാർ മിക്സ്ചേഴ്സ് ഓഫ് ഡി ഗ്ലൂക്കോസ് ആൻഡ് ഡി ഫ്രക്ടോസ് രണ്ടും ഉണ്ടാവുന്നു പറഞ്ഞതാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ് ആ ബ്രാക്കറ്റിനകത്തുള്ള ആംഗിൾസ് എന്നാണ്. നമുക്ക് നോക്കാം. സൂക്രോസ് ഈസ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി. സൂക്രോസ് എന്താണ്? ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണ്. But after hydrolysis it gives dextro-rotatory glucose and levo-rotatory fructose. Okay, അപ്പൊ സൂക്രോസ് ഡെക്സ്ട്രോ-റൊട്ടേറ്ററി ആണെങ്കിൽ പോലും നമുക്ക് ഹൈഡ്രോളിസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് തരും? ഡെക്സ്ട്രോ-റൊട്ടേറ്ററി ആയിട്ടുള്ള ഗ്ലൂക്കോസും ലീവോ-റൊട്ടേറ്ററി ആയിട്ടുള്ള ഫ്രക്ടോസും തരും. ഓക്കെ, അപ്പോ D- ലീവോ-റൊട്ടേറ്ററി ആയിട്ടുള്ള ഫ്രക്ടോസും തരും. ഇനി സിൻസ് ദ ലീവോ റൊട്ടേഷൻ ഓഫ് ഫ്രക്ടോസ് അത് -92.4 ഡിഗ്രി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ തിരിക്കുമെന്ന് പറഞ്ഞല്ലോ. അത് എത്ര തിരിക്കുമെന്നാണ് ആ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ആംഗിൾ. ഓക്കെ, അപ്പൊ 92.4 എന്ന് പറഞ്ഞാൽ എന്താണ്? ലെഫ്റ്റിലേക്ക് 92.4 ഡിഗ്രി തിരിക്കുമെന്ന് അതിന്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ? അപ്പോ 92.4 ഡിഗ്രി ലെഫ്റ്റിലേക്ക് തിരിക്കും. പക്ഷേ ഈ ഡി ഫ്രക്ടോസ് ആണെങ്കിലോ വെറും 52.5 ഡിഗ്രി മാത്രമേ റൈറ്റിലേക്ക് തിരിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ ഡെക്സ്ട്രോ റൊട്ടേഷൻ ആണോ ലീവോ റൊട്ടേഷൻ ആണോ കൂടുതൽ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ലീവോ റൊട്ടേഷൻ ആണ് കൂടുതൽ. ലീവോ റൊട്ടേഷൻ ഈസ് മോർ ദാൻ ഡെക്സ്ട്രോ റൊട്ടേഷൻ ഓഫ് ഗ്ലൂക്കോസ്. ദ മിക്സർ ഈസ് ലീവോ റൊട്ടേറ്ററി. അതുകൊണ്ട് തന്നെ ആ മിക്സർ എന്തായിട്ട് മാറും? ലീവോ റൊട്ടേറ്ററി ആയിട്ട് മാറും. ഓക്കെ, അപ്പോ കെയിൻ ഷുഗറിനെ വെറുതെ ഇരിക്കുമ്പോൾ അതെന്താണ്? ഡെക്സ്ട്രോ ആണ്. അതിനെ ഹൈഡ്രോളൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മിക്സർ എന്താണ്? ലീവോ റൊട്ടേറ്ററി ആണ്. ഇതിനെ ബേസ് ചെയ്ത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്തുകൊണ്ടാണ് ലീവോ റൊട്ടേറ്ററി ആവാനായിട്ട് കാരണം ഇതുവഴി ഉണ്ടാവുന്ന ഇക്വിമോളാർ മിക്സ്ചേഴ്സ് ഏതൊക്കെയാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ്. അതിൽ ഗ്ലൂക്കോസ് +52.5 ഡിഗ്രിയും ഗ്ലൂക്കോസ് -92.4 ഡിഗ്രിയും റൊട്ടേഷൻ കാണിക്കുന്നവയാണ്. ഫസ്റ്റ് വൺ ഈസ് ഡെക്സ്ട്രോ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ലീവോ അല്ലേ? അതിൽ ലീവോ റൊട്ടേഷന്റെ എക്സ്റ്റെന്റ് ആണ് കൂടുതൽ. അതുകൊണ്ട് ആ കിട്ടുന്ന ഇക്വിമോളാർ മിക്സർ എന്താവും? ലീവോ റൊട്ടേറ്ററി ആവും. അപ്പോ ഈ ആദ്യം ഡെക്സ്ട്രോ ആയിരുന്നല്ലോ, അതായത് ഹൈഡ്രോളൈസ് ചെയ്യുന്നതിന് മുമ്പ്. ഹൈഡ്രോളൈസ് ചെയ്തപ്പോൾ അത് ലീവോ റൊട്ടേറ്ററി ആയിട്ട് മാറി. അതിന്റെ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി തന്നെ ഇൻവേർട്ട് ആയി, അതൊന്ന് തല തിരിഞ്ഞു. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ്, ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗർ. ഓക്കെ, അതിലൂടെ കിട്ടുന്ന പ്രോഡക്റ്റ് ആ ഒരു ഇക്വിമോളാർ മിക്സ്ചേഴ്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇൻവേർട്ട് ഷുഗർ എന്നും വിളിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻവേർഷൻ ഓഫ് കെയിൻ ഷുഗറും അതുവഴി കിട്ടുന്ന പ്രോഡക്റ്റിനെ നമ്മൾ ഇൻവേർട്ട് ഷുഗർ എന്നും വിളിക്കും. ഇൻവേർട്ട് ഷുഗർ. ഓക്കെ, നെക്സ്റ്റ്. In sucrose,
The two monosaccharides D plus glucose and D minus fructose are held together by glycosidic linkage between C1 and alpha D glucose and C2 of beta D glucose. Okay, അപ്പോൾ ഇവിടെ രണ്ട് മോണോസാക്രൈഡ്സ് ഉണ്ടല്ലോ. ഈ രണ്ട് മോണോസാക്രൈഡ്സും അതായത് ഡി ഗ്ലൂക്കോസും ഡി ഫ്രക്ടോസും പ്ലസ് ഗ്ലൂക്കോസും മൈനസ് ഫ്രക്ടോസും തമ്മിൽ കൂടി ചേർന്നിട്ടാണല്ലോ സൂക്രോസ് ഉണ്ടാവുന്നത്. അതുകൊണ്ടല്ലേ വെള്ളം ചേർത്തപ്പോൾ അത് ഹൈഡ്രോളൈസ് ആയിട്ട് സ്പ്ലിറ്റ് ആയത്. അപ്പോൾ ഇതിനെ വെള്ളം ഹൈഡ്രോളൈസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിനെ ചേർത്ത് വയ്ക്കുന്ന ഒരു ബോണ്ട് ഇല്ലേ, ആ ഒരു ബോണ്ടിന്റെ പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഡൈസാക്രൈഡ്സ് അല്ല സോറി സൂക്രോസിനെ പരസ്പരം സൂക്രോസിന്റെ മോണോമേഴ്സിനെ പരസ്പരം എന്ത് ചെയ്തിരിക്കുന്നത്, ഹെൽഡ് ടുഗെദർ. ഓക്കെ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്. ആ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ഏതൊക്കെ തമ്മിലാ, ആൽഫ ഡി ഗ്ലൂക്കോസിലെ C1ഉം ബീറ്റ ഡി ഫ്രക്ടോസിലെ C2ഉം. ആൽഫ ഡി ഗ്ലൂക്കോസിലെ ഒന്നാമത്തെ കാർബൺ ആറ്റവും ബീറ്റ ഡി ഫ്രക്ടോസിലെ രണ്ടാമത്തെ കാർബൺ ആറ്റവും ചേർന്നിട്ടാണ് ആ ഒരു ലിങ്കേജ് ഫോം ചെയ്യുന്നത്. അത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാം ഏതൊക്കെ കാർബൺ ആറ്റമാണ് വരുന്നത്, അതുകൊണ്ട് അത് പഠിക്കണം. സിൻസ് ദ റെഡ്യൂസിംഗ് ഗ്രൂപ്പ്സ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷൻ, സൂക്രോസ് ഇസ് എ നോൺ റെഡ്യൂസിംഗ് ഷുഗർ. അപ്പോൾ ഇവിടെ രണ്ടിലും ഗ്ലൂക്കോസിൽ C1 എന്ന് പറയുമ്പോൾ നേരത്തെ സ്ട്രക്ചറിലോട്ട് പോകും, ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചറിലോട്ട് പോകും, അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരൂ. അവിടെ C1 കാർബണിൽ ആരുണ്ട്, CHO ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. ഇനി C2 ഫ്രക്ടോസിലെ C2 കാർബൺ എന്ന് പറയുമ്പോഴത്തേക്ക് അത് C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പാ, അത് കീറ്റോ ഗ്രൂപ്പാ. ഈ രണ്ട് ഗ്രൂപ്പും തമ്മിൽ ലിങ്കേജ് ഉണ്ടാവുന്ന കാര്യമല്ലേ നമ്മളിപ്പോൾ പറഞ്ഞത്, C1ഉം C2ഉം തമ്മിലുള്ള ലിങ്കേജ് എന്നല്ലേ പറഞ്ഞത്. അതായത് രണ്ടിന്റെയും റെഡ്യൂസിംഗ് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ തമ്മിലാണ് ഇവിടെ ലിങ്കേജ് നടക്കുന്നത്. അപ്പോൾ ആ ലിങ്കേജ് നടക്കുന്നത് വഴി അതിന്റെ റെഡ്യൂസിംഗ് പ്രോപ്പർട്ടി അങ്ങ് മാറും, ആ ഗ്രൂപ്പുകൾ പരസ്പരം എന്ത് ചെയ്യും, ഇനാക്റ്റീവ് ആയിട്ട് മാറും. അതാണ് എന്തിന് കാരണം, സൂക്രോസ് ഒരു നോൺ റെഡ്യൂസിംഗ് ഷുഗർ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലോട്ട് ഒന്നും കൂടെ തിരിച്ചു പോവുകയാണ്. ക്ലാസിഫിക്കേഷനിൽ നമ്മൾ കണ്ടതാണ് സൂക്രോസ് എന്താണ്, ഒരു നോൺ റെഡ്യൂസിംഗ് ഷുഗറിന് എക്സാമ്പിൾ ആയിട്ടാണ് പഠിച്ചത്. അപ്പോൾ നോൺ റെഡ്യൂസിംഗ് ഷുഗർ ആയിട്ട് അത് മാറാൻ കാരണം ഇത്രയേ ഉള്ളൂ, എന്താണ്, അതിന്റെ ലിങ്കേജ് ആണ്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പുകൾ തമ്മിലാണ് അവിടെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് നടക്കുന്നത്. അതുകൊണ്ട് അത് ഇനാക്റ്റീവ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഓക്കെ, ഇനി ഗ്ലൈക്കോസിഡിക് ലിങ്കേജിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുമ്പോൾ ദ COC ലിങ്കേജ് ഫോംഡ് ബിറ്റ്വീൻ മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഡ്യൂറിംഗ് ദ ഫോർമേഷൻ ഓഫ് ഡൈസാക്രൈഡ്സ് ഓർ പോളിസാക്രൈഡ്സ്. അപ്പോൾ മോണോസാക്രൈഡ് ഗ്രൂപ്പുകൾ ചേർന്നാണല്ലോ ഡൈസാക്രൈഡോ പോളിസാക്രൈഡോ ഒളിഗോസാക്രൈഡോ എന്തോ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ബോണ്ടിനെയാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ COC ലിങ്കേജ്. രണ്ട് കാർബൺ ആറ്റങ്ങൾ ഒരു ഓക്സൈഡ് ലിങ്ക് ആണ്, രണ്ട് കാർബൺ ആറ്റങ്ങളെ ഒരു ഓക്സിജൻ ആണ് അവിടെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നത്, COC ലിങ്കേജ്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ സൂക്രോസ് ആയി. ഇനി അടുത്ത വരുന്ന മാൾട്ടോസ് ആണ്. മാൾട്ടോസ് എന്ന് പറയുമ്പോൾ C12H22O11, അതെല്ലാം സെയിം തന്നെയാണ്. ലാക്ടോസും ഡൈസാക്രൈഡ് ആണല്ലോ, അതുകൊണ്ട് C12H22O11 തന്നെയായിരിക്കും. മാൾട്ടോസിനെ വിളിക്കുന്ന മാൾട്ട് ഷുഗർ എന്നും ലാക്ടോസിനെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ മിൽക്കിലാണുള്ളത്, അതുകൊണ്ട് മിൽക്ക് ഷുഗർ എന്നുമാണ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 ആൽഫ ഡി ഗ്ലൂക്കോസ്. അപ്പൊ മാൾട്ടോസ് എങ്ങനെയാണ്, നമ്മൾ ആദ്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ, മാൾട്ടോസ് സ്പ്ലിറ്റ് ആകുമ്പോൾ 2 ഗ്ലൂക്കോസ് തരും. അപ്പൊ അവിടെ കുറച്ചും കൂടെ പോയിന്റ് ആഡ് ചെയ്യാണ്. മാൾട്ടോസ് 2 ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ് തരുന്നത്, which C1 of one glucose is linked to C4 of another glucose unit. അപ്പോൾ ഇവിടെ ആ ലിങ്കിങ് ഏതൊക്കെ കാർബൺ തമ്മിലാണ്, ഒന്നാമത്തെ ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ C1 ഫസ്റ്റ് കാർബണും രണ്ടാമത്തെ ആൽഫ ഡി ഗ്ലൂക്കോസിന്റെ നാലാമത്തെ കാർബണും തമ്മിലാണ് അത്തരത്തിലൊരു ലിങ്ക് ഫോം ചെയ്യുന്നത്. ദ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് C1 of second glucose in solution and so it is a reducing sugar. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് മാത്രമേ എന്തുള്ളൂ, ബോണ്ടിൽ പങ്കെടുത്തോളൂ. രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൽ C4ലാണ് ലിങ്കിങ് വന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ അതിൽ C1ലുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ ആണല്ലോ. അപ്പം ആ ഗ്രൂപ്പ് ധാരാളം റെഡ്യൂസിങ് പ്രോപ്പർട്ടി റിഡക്ഷൻ കാണിക്കാൻ, അപ്പൊ അത് ഒരു റെഡ്യൂസിങ് ഷുഗർ ആണ്. മാൾട്ടോസ് ഇസ് എ റെഡ്യൂസിങ് ഷുഗർ. അതുപോലെ ലാക്ടോസും എന്താണ്, റെഡ്യൂസിങ് ഷുഗർ ആണ്. സൂക്രോസ് മാത്രമേ നോൺ റെഡ്യൂസിങ് ആയിട്ടുള്ളൂ. അതിന് കാരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ലാക്ടോസും അതുപോലെ തന്നെ കോമ്പിനേഷൻ ഓഫ് ബീറ്റ ഡി ഗാലക്ടോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസും ഗാലക്ടോസും ആണ് അതിന്റെ മോണോമേഴ്സ് നമ്മൾ പറഞ്ഞത്. മോണോമേഴ്സ് എന്ന് പറയാൻ പറ്റില്ല സിൻസ് ഇറ്റ് ഈസ് നോട്ട് എ പോളിമർ. അതിന്റെ മാൾട്ടോസും ഗാലക്ടോസും ഗ്ലൂക്കോസും ചേർന്നിട്ടാണ് ലാക്ടോസ് ഉണ്ടായത് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് പോയിന്റ്
അതിന്റെ ആനോമറിക് ഫോംസ് ഒക്കെ അവിടെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. എന്തൊക്കെയാണ്? ബീറ്റ ഡി ഗാലക്ടോസും ബീറ്റ ഡി ഗ്ലൂക്കോസും ചേർന്നിട്ടാണ് ഉണ്ടാവുന്നത്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആര് തമ്മിലാണ്? ഈസ് ബിറ്റ്വീൻ C1 ഓഫ് ഗാലക്ടോസ് ആൻഡ് C4 ഓഫ് ഗ്ലൂക്കോസ്. നേരത്തെ കണ്ട പോലെ തന്നെ C1ഉം C4ഉം തമ്മിലാണ്. അപ്പൊ C1 മാത്രമേ അവിടെ ലിങ്കിങ്ങിൽ വന്നോളൂ. C1ലുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് മാത്രമേ ലിങ്കിങ്ങിൽ വന്നോളൂ. C4 അപ്പോഴും അവിടെ ഫ്രീ ആണ്. C4 ലാണ് ലിങ്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ആ C4 ഉള്ള ആ ഒരു ഇതിന്റെ C1ലുള്ള ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫ്രീ ആണ്. അപ്പം അതുകൊണ്ട് അതും റെഡ്യൂസിങ് ഷുഗർ ആണ്. ഓക്കെ, അപ്പൊ ഡൈസാക്കറൈഡ്സും കഴിഞ്ഞു.